സോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. പി സി ടിയുടെ കോഫി ടോക്ക് വിത്ത് പി സി ടി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷനാണ് പി സി ടി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ മെൻ്റൽ ഹെൽത്ത് അതുപോലെ ഫിസിക്കൽ ഹെൽത്ത് ഏരിയകളിലൊക്കെ മനോഹരമായ പ്രോഗ്രാംസ് കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പി സി ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കോഫി ടോക്ക് എന്ന് പറയുന്നൊരു പ്രോഗ്രാം എല്ലാ സൺഡേയിലും 4:30 നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടനമാകുന്നത് മനോഹർലാൽ സാറാണ്. പി സി ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ ജനറൽ സെക്രട്ടറി ഉഷ മാമിനെ ക്ഷണിക്കുകയാണ്. ഉഷ മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. പി സി ടി എ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ്. സൈക്കോളജി ഹവർ എന്ന പേരിൽ ഇന്ന് നമ്മൾ പുതിയ ഒരു ചുവടുവയ്പ് നടത്തുകയാണ്. മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചിന്നി ചിതറിക്കിടക്കുന്ന മാനസിക ആരോഗ്യ പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംഘടന രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവരുടെ തൊഴിലവസരങ്ങളിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഏറ്റവും അധികം വൈദഗ്ധ്യം ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, അങ്ങനെ ഒട്ടേറെ ലക്ഷ്യമാണ് നമ്മൾ ഈ സംഘടന കൊണ്ട് അടുത്ത ചുവടുവയ്പിലൂടെ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മളെല്ലാവരും മാനസികാരോഗ്യ പ്രവർത്തകരാണെങ്കിൽ കൂടി ഓരോ ദിവസങ്ങളിലും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു ഇടം കണ്ടെത്തപ്പെടുന്ന ഒരു ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രകാശം പരത്തുന്നവരായിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മളെ വ്യക്തിപരമായിട്ട് മുമ്പോട്ട് നയിക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അനൗൺസ് ചെയ്യുന്നതിന്, ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ മനോഹർ ലാൽ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രോഗ്രാം ഇന്ന് ആദ്യത്തെ സെഷൻ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി ജെ വർഗീസ് സാറാണ്. അദ്ദേഹത്തെ സാബ് സാറായിരിക്കും ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള, ഡയറക്ടർ ആയിട്ടുള്ള സാബ് സാറായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക. വിവിധ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ്, ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്റെ സഹപ്രവർത്തകർ എല്ലാവരെയും ഹാർദപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഡോക്ടർ മനോഹർ ലാൽ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സർ, പ്ലീസ്. താങ്ക് യു. താങ്ക് യു മാം. നമ്മുടെ കോഫി ടോക്ക് വിത്ത് പി സി ടി എ നമ്മുടെ ഒരു പുതിയൊരു സംരംഭമാണ്. നമ്മുടെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പുതുതായി രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ ആദ്യത്തെ നമ്മളെല്ലാ ഞായറാഴ്ചയും നടത്തുന്ന വെബിനാറിൻ്റെ ആദ്യത്തെ ക്ലാസ് എടുക്കുവാനും നമ്മളെ എൻറിച്ച് ചെയ്യാനുമൊക്കെ പ്രമുഖനായ ഡോക്ടർ സി ജെ വർഗീസ് സാർ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ സാബു സാറുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോൺ ബേബി സാറ്, ഞാനിതിൽ കാണുന്ന ആളുകൾ വി കെ രാജേന്ദ്ര സാർ, ട്രസി സൗരഭി മാം, ജോസഫ് ജോൺ സാർ, അങ്ങനെ ഞാൻ ഇതിൽ കാണുന്ന ആളുകൾ എല്ലാവരും ഒട്ടനവധി ആളുകൾ, ജോസഫ് ജോൺ സാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ജില്ലാ തലത്തിലുള്ള എല്ലാവരും ഇതിൽ പ്രസന്റ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മളെ ഒരു കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് സൗഹൃദ രൂപത്തിൽ സംഭാഷണങ്ങൾ നടത്തുക എന്നൊരു ദുരുദ്ദേശം നമ്മുടെ ഇതിന് പിന്നിലുണ്ട്. കാരണം ഇതിൽ നമ്മളെ സംബന്ധിച്ചോളം എനിക്ക് കോഫി കുടിക്കാൻ സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ നേരെ കോഴിക്കോട് നിന്ന് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ചെറിയൊരു സ്റ്റാർ ഹോട്ടലിൽ കയറി. അവിടെ കോഫിക്ക് 220 രൂപയായതുകൊണ്ട് കോഫി ഞാൻ കഴിച്ചില്ല, ബാക്കി ഫുഡ് കഴിച്ചമല്ലോ പോകുന്നതാണ്. അപ്പോൾ കോഫി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും കോഫിയുടെ നമ്മളെ ഈ സമയമാണ്, നമ്മൾ 4:30 എന്ന് പറഞ്ഞാൽ ഒരു കോഫി ടൈം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മളെ ഈ ഒരു പരിപാടി ഈ സമയത്ത് നമ്മൾ വെക്കാനുള്ള കാരണം. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ നമ്മൾ സംഘടന എന്താണെന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന
നാഷണൽ ഓർഗനൈസേഷനായിട്ട് രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ച രീതിയിലാണ് അതിന്റെ ബൈലോ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ തൽക്കാലം കേരളത്തിൽ മാത്രമാണ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഭാവിയിൽ അത് നമ്മൾ നമ്മുടെ രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൗൺസിലേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മുടെ സംഘടനയിൽ ചേർത്തുള്ളൂ. ഞങ്ങൾ ക്യാൻവാസിംഗ് ഇല്ല. നമ്മൾ ക്വാളിഫിക്കേഷൻ നോക്കി ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ ഇത് എൻഷുർ ചെയ്തുകൊണ്ടുള്ള സംഘടനയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ പുതുതായി ചേർന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടി അവരുടെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ നോളേജ് ഷെയറിങ് ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ മരണാവസാനം വരെ നമ്മൾ പഠിക്കുക എന്നത് ഒരു ചിട്ടയായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം അപ്ഡേഷൻ വളരെയധികം ആവശ്യം. ഇപ്പോൾ ഡോക്ടർ വർഗീസ് സാറിനൊക്കെ അറിയാം, അദ്ദേഹം മെഡിക്കൽ ഡോക്ടറാണ്. അവരെ സംബന്ധിച്ചുള്ള എപ്പോഴും അപ്ഡേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നോളേജ് അപ്ഡേഷൻ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രഗത്ഭന്മാരായ ആളുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയും അവരുടെ നോളേജ് നമുക്ക് ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നല്ലൊരു സബ്ജക്റ്റാണ് നമ്മളെ മെന്റൽ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്തിനെ പറ്റി, നമ്മളെ മാനസികാരോഗ്യത്തെ പറ്റി നമ്മൾ വെബിനാർ നമ്മൾ നടത്തുകയുണ്ടായിരുന്നു. ഒക്ടോബർ 10 അനുബന്ധിച്ച് ഒരു സീരീസ് ഓഫ് വെബിനാർസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു വെബിനാറിനെ നയിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ അന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്. എങ്കിലും കുറച്ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ കൗൺസിലേഴ്സും ട്രെയിനേഴ്സും ചേഞ്ച് ഏജൻസ് എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പറ്റം ലീഡേഴ്സാണ് കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെൻ ദ വേ തിങ്ക് ഹലോ, കേൾക്കുന്നുണ്ടോ? കട്ടായോ? ഇല്ല, കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. വെൻ ദ വേ വി തിങ്ക് ചേഞ്ചസ് ദ വേൾഡ് വി ലിവ് ഇൻ ചേഞ്ചസ് എന്ന ആപ്തവാക്യമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മയിൽ വരുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റിഗ്മാസ്, ഇപ്പൊ സാറൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. ഒരുപാട് മെന്റൽ സ്റ്റിഗ്മാസ് നമ്മുടെ ഭാഗത്തുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്തിനെ പറ്റി ചികിത്സിക്കാനുള്ള അത് ദൗർബല്യമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെയധികം മാനസിക പ്രശ്നമുള്ള ആളുകളെ ചെയ്യാൻ പോവേണ്ട ഒരു ഇടമാണെന്നുള്ള രീതിയിലുള്ള വിശ്വാസമാണ് നമ്മളുടെ ഇടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്കൊക്കെ അറിയാം, നമ്മുടെ മുമ്പിൽ വരുന്ന വളരെ സപ്രസ്ഡ് ആയിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് ക്രോണിക് ആയിട്ടായിരിക്കും നമ്മുടെ മുമ്പിലോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ വിദഗ്ധന്മാരുടെ മുമ്പിലോ ആളുകൾ എത്താറുള്ളത്. അതൊരു സ്റ്റിഗ്മയുടെ കാര്യമാണെന്ന് നമുക്കറിയാം. ആ സ്റ്റിഗ്മ മാറ്റുവാനൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കൊടുക്കേണ്ട മെസ്സേജ്, മെന്റൽ ഹെൽത്ത് ഈസ് നോട്ട് ആബ്സെൻസ് ഓഫ് ഇൽനെസ് ബട്ട് ദ പ്രസൻസ് ഓഫ് റെസിലിയൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമ്മളെ മനുഷ്യനാണ് വീണിടത്തിൽ നിന്ന് ഉയരാനുള്ള കഴിവുള്ളത് മനുഷ്യന് മാത്രമാണ്. റെസിലിയൻസ് സ്കില്ല് മനുഷ്യരിൽ ഉണ്ടാക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ലക്ഷറി അല്ല, അതൊരു നെസസിറ്റിയാണ്, വീക്ക്നെസ് അല്ല, അതൊരു സെൽഫ് അവെയർനെസ് ആണെന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ സമൂഹത്തിനെ മാറ്റിയെടുക്കേണ്ടത്. ആസ്കിങ് ഫോർ ഹെൽപ്പ് ഈസ് നോട്ട് ഗിവിങ് അപ്പ്, ഇറ്റ് ഈസ് റെഫ്യൂസിങ് ടു ഗിവ് അപ്പ് എന്നുള്ള രീതിയിൽ ആളുകളുടെ ഇടയിലേക്കുള്ള ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ വിഷയാവതാരകന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് കൂടുതൽ ഞാൻ അതിലേക്ക് കടക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനിതിന് ലീഡർഷിപ്പും മെന്റൽ ഹെൽത്തും തമ്മിലുള്ള ഒരു ചെറിയ കണക്ഷനിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഞാൻ പറഞ്ഞ ഇവിടെ മെന്റൽ ഹെൽത്ത് ലീഡേഴ്സ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് പറയാനുള്ളത്, എന്നോട് സ്വയം പറയാനുള്ളത്, ലീഡർഷിപ്പ് ഈസ് നോട്ട് അബൌട്ട് അതോറിറ്റി, ഇറ്റ് ഈസ് അബൌട്ട് ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥ നേതാവ് ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യാറില്ല. നമ്മുടെ ലീഡേഴ്സ് സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ലീഡർഷിപ്പാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ PCTയിൽ ആവശ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവർ സെൽഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ,
വൾണറബിലിറ്റീനെ പണിഷ് ചെയ്യാത്ത, ഇതിൽ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ഉത്തമമായ നേതൃത്വ നിര നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ഈ ഒരു കുറച്ചു കാലം കൊണ്ട് നമുക്ക് ഈ സംഘടന ഒരു ആരംഭ രൂപത്തിലുള്ള ഒരു സംഘടനയായതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. ഞാൻ അതുകൊണ്ട് പറയാൻ ചില നമ്മുടെ പല സംഘടനകളും ആളുകൾക്ക് ഒരു ഇമോഷണൽ സേഫ്റ്റി, സൈക്കോളജിക്കൽ സേഫ്റ്റി ഇല്ലാതെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഓർഗനൈസേഷനിലാണ് ആളുകൾ വിട്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പീപ്പിൾ ഡോണ്ട് ലീവ് ഓർഗനൈസേഷൻ, ദേ ലീവ് അൺസേഫ് ഇമോഷണൽ എൻവയോൺമെന്റ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും അങ്ങനെയാണ്. അല്ലാതെ ഒരു ഓർഗനൈസേഷൻ വിട്ടുപോകുന്നതല്ല, അവിടെയുള്ള പ്രശ്നങ്ങളാണ്, അവരുടെ പ്രയാസങ്ങളാണ് അവരെ ആ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാൻ നിർബന്ധിതരാക്കുന്നത്. അപ്പം ഇതിൽ ഞാനത് സൂചിപ്പിക്കുന്നത്, നമ്മളെ ഒരു ഉദ്ഘാടന സമയത്ത് തന്നെ നമ്മുടെ റിസീന മാം പറഞ്ഞിട്ട് നമ്മളൊരു ആരംഭ ശൂരത്വമായിട്ട് ഒരു സംഘടന ഉണ്ടാവുകയും കുറച്ച് അടുത്ത ഒരു പരിപാടി വിളിക്കുമ്പോഴേക്കും അന്നൊരു നമ്മളൊരു 100 പേരുണ്ടാകുമ്പോൾ ഒരു 10 പേരിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന രീതിയിലേക്ക് പാടില്ല എന്നുള്ള അവർ പറയുന്ന ഒരു കാര്യം തന്നെ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അതായത് നമ്മുടെ സമൂഹത്തില് 10% ആളുകളെ നെഗറ്റീവ് ആയിരിക്കും, 10% ആളുകളെ പോസിറ്റീവ് ആയിരിക്കും, ബാക്കി 80% ആളുകളെ ഒരു നിഷ്പക്ഷമായിട്ട് അവിടെയും ഇവിടെയും ഇല്ലാത്ത നിൽക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ഈ 10% ആളുകളെ, പോസിറ്റീവ് ആളുകളെ ഉയരുകയും ആ 80% ഉയർത്തുകയും ഒരു 50-60% അത് മാറ്റുകയുമാണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യും എന്നുള്ള ഒരു കാര്യം, ഒരു മെസ്സേജാണ് നമുക്ക് ഇനോഗ്രേഷൻ സെഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആപ്തവാക്യത്തിലൂടെ നമുക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ സമൂഹത്തിന്റെ ലീഡേഴ്സ് ആണ്. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് മൈൻഡ്സ്, വി ട്രാൻസ്ഫോം മൈൻഡ് സെറ്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ നമ്മുടെ ഒരു സംഭാഷണം മതി, ഒരു ചിന്ത മതി, നമ്മളൊരു വാക്ക് മതി ഒരാളെ മാറ്റിയെടുക്കുവാൻ എന്നുള്ളത്. അത് നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊക്കെ അനുഭവിച്ച ഒരു ത്രില്ലാണത്. പലപ്പോഴും നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലയൻസിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഓരോ ദിവസവും നമുക്ക് അതെല്ലാം നമ്മളൊരു ചലഞ്ചായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവസരങ്ങൾ അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു നേതൃത്വ നിരയെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊണ്ടുവരാനാണ് നമ്മുടെ ഈ സംഘടനയിലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം ഒരു മാനസികാരോഗ്യ മാറ്റത്തിന് ഉതകുന്ന രീതിയിൽ നോളേജ് ഷെയർ ചെയ്യാൻ പറ്റുന്ന, എത്തിക്കൽ പ്രാക്ടീസസിനെ പറ്റി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, ആ നോളജ് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമുക്ക് അതിനെപ്പറ്റി എടുക്കാൻ സാധിക്കും. ഒരുപാട് പ്രൊഫഷണൽസിനെ എംപവർ ചെയ്യാനുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. മെന്റൽ ഹെൽത്ത് ലീഡേഴ്സിനെ ലീഡർഷിപ്പ് വളർത്തുവാനുള്ള ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു ഭാവിയിലെ ലോകം സൃഷ്ടിക്കുവാനും സ്കൂളുകളിൽ എമോഷണൽ എഡ്യൂക്കേഷൻ നൽകുവാനും ഓഫീസുകളിൽ സൈക്കോളജിക്കൽ സേഫ്റ്റി ഉണ്ടാക്കുവാനും ഞാനിതിൻ്റെ തുടങ്ങുന്ന പോയിന്റ്സിലൂടെ മാത്രമേ ഞാൻ പോകാൻ ഉദ്ദേശിക്കുള്ളൂ. ലീഡർഷിപ്പിൽ എമ്പതി വളർത്തുവാൻ, നമ്മളെ എമ്പതിക്കലായിട്ടുള്ള നമ്മളെല്ലാ കാര്യം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ അവരുടെ ചിന്തയിലൂടെയാണ് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിലുള്ള ആളുകളും മറ്റൊരാളോട് എന്തെങ്കിലും പറയുമ്പോൾ അയാൾക്ക് എന്ത് പറ്റും, അല്ലെ അയാളെ എങ്ങനെ ഹട്ട് ചെയ്യും, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ആളുകളാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ ചില കോർണറുകളൊക്കെ നമുക്ക് കാണാം, അങ്ങനെയൊന്നും കാണാതെ സെൽഫായിട്ടുള്ള രീതിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മളിപ്പം നേരത്തെ നമ്മളുണ്ടായിരുന്ന ചില സംഘടനകളൊക്കെ അനുഭവം നമുക്കറിയാം. മറ്റുള്ളവരുടെ ഇമോഷൻസ് എങ്ങനെ ഹർട്ട് ചെയ്യുമെന്ന് ചിന്തിക്കാതെയുള്ള പെരുമാറ്റങ്ങൾ ഒരുപാട് സംഘടനകളൊക്കെ പ്രവർത്തിച്ചാൽ നമ്മൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയൊക്കെ മാറ്റിക്കൊണ്ട് പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു ലീഡേഴ്സ് നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഇടയിൽ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരും സെൽഫ് സ്പേസ് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, ലിസണിങ് ഹാർട്ടോടുകൂടി എല്ലാ കാര്യങ്ങളും കേൾക്കാനും എമോഷണലി അവെയർ ലീഡേഴ്സായി മാറുവാനുമാണ് ആഗ്രഹിക്കുന്നത്. എന്നെ പോലുള്ള ആളുകളൊക്കെ അതിനു വേണ്ടിയുള്ള സ്പേസ് സൃഷ്ടിക്കാൻ എപ്പോഴും മുന്നിട്ടിറങ്ങാൻ രീതിയാണ്. അതുകൊണ്ട് സാമൂഹ്യ മാറ്റത്തിന് അനിവാര്യമായ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു പരിപാടികളിലൂടെ നടത്താൻ തീർച്ചയായും സാധിക്കും. നമുക്ക് ഒരൊറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും.
നമ്മൾ ഇൻഡിവിജ്വൽസിനെ മാത്രമാണ് നമ്മൾ മാറ്റുക. ആ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ അവർ കൂടിയതാണ് സമൂഹം. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനേഴ്സ്, നല്ല നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, അവയർനെസ് ഉണ്ടാക്കുവാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ വർഗീസ് സാറിനെ പോലുള്ള ആളുകളൊക്കെ ഉള്ള പ്രഗത്ഭന്മാരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഒരുപാട് നോളേജുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം മനസ്സിലാക്കുന്നത് നിങ്ങളിൽ നിന്ന് കുറെ അറിവ് എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോളജ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു നോളജ്, നമ്മുടെ സ്കില്ലുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കൗൺസിലിങ്ങിന്റെ സ്കിൽസ് ഒക്കെ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ എൻറിച്ച് ആവുന്നതായി തന്നെ എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ കൂടുതൽ പഠിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ കൂടുതൽ പഠിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ക്വാളിറ്റി ആയിട്ടുള്ള പീപ്പിൾസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വേദിയിൽ നിന്ന് ഒരു പുതിയ ചിന്ത ഉയരട്ടെ, ഒരു പുതിയ ദിശാമാർഗം ഉണ്ടാകട്ടെ, ഒരു പുതിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി, വളരെ വളരെ പാവനമായ ഒരു പരിപാടിയാണ് ഇത്, ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ ഈ PCTA എല്ലാ മെമ്പർമാരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓവർ ടു യു സാബു സാർ. താങ്ക് യു ആൾ. താങ്ക് യു സാർ. വളരെ കാര്യക്ഷമമായ രീതിയിൽ സാർ ഒരു ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തു. പ്രത്യേകിച്ച് നമുക്ക് നോക്കാം, നമ്മുടെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഏകദേശം 40-ന് മുകളിലായി. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നല്ലൊരു ശ്രോതാക്കൾ കാണാനുള്ളപ്പോഴാണത് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. സോ ഇന്നത്തെ പ്രത്യേക ദിവസം, പ്രത്യേകിച്ച് നമ്മുടെ സൈക്കോളജി അവർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഡേയിൽ ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. 47 വർഷമായി ആക്റ്റീവ് ക്ലാസിക്കൽ ഹോമിയോപ്പതിക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം 47 വർഷത്തെ ആതുര രംഗത്തുള്ള ആ ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫൗണ്ടർ ജനറൽ സെക്രട്ടറി ഫോർ ഇന്റർനാഷണൽ ടീച്ചിങ് ഫാക്കൽറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കേരള, അതുപോലെ തന്നെ ജെംസ് മൈൻഡ് ബോഡി ഹീലിംഗ് സെൻ്ററിൻ്റെ ചീഫ് ഫിസിഷ്യൻ, എഡ്യൂക്കേഷൻ കമ്മിറ്റി സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ മെമ്പർ, അതുപോലെ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ ഇലക്ടഡ് മെമ്പർ, അതിനേക്കാൾ ഉപരി ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ. അപ്പോൾ ഇങ്ങനെ വളരെയധികം വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം MD ഹോണേഴ്സ് വിനായക മിഷൻ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോമിയോപ്പതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി കോഴ്സ് ഇൻ പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതി. അപ്പോൾ ഇങ്ങനെ നാഷണൽ, അതിനേക്കാളൊക്കെ ഉപരി ഇൻ്റർനാഷണൽ തലത്തിൽ ഒരു വലിയ സംഘടനയുടെ GNM GHK എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി അതിൻ്റെ ഫൗണ്ടറായിട്ട്, അതിൻ്റെ എഡ്യൂക്കേറ്ററായിട്ട് സാർ പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും സാറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സാർ പറഞ്ഞ ആ ടോപ്പിക്ക് തന്നെ ശ്രദ്ധിക്കുക, പാരഡിം ഷിഫ്റ്റ് എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും പ്രത്യേകതയുള്ളൊരു വാക്ക് റവല്യൂഷണറി അപ്രോച്ചാണ്. മെൻ്റൽ ഹെൽത്ത് ആസ് എ റവല്യൂഷണറി അപ്രോച്ച്. സാധാരണ വ്യക്തികളിൽ നിന്ന് കാണാത്തതിലും അത്യുത്തമമായ രീതിയിലുള്ള ഒരു റവല്യൂഷണറി അപ്രോച്ചാണ് ഇന്ന് സാർ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. തീർച്ചയായും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും സാറിൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം പ്രിയപ്പെട്ട വർഗീസ് സാറിനെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ CJ വർഗീസ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു. നമുക്കൊരു നിശബ്ദ പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന, ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്ന ഈ മെൻ്റൽ ഹെൽത്ത് ഡിസ്കസ് ചെയ്യുന്ന സൈക്കോളജി അവറിൽ PCTA കൂടെ, അതിൻ്റെ അംഗങ്ങളുടെ കൂടെ ഒരു കോഫി കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതിന് ഞാൻ നന്ദിയും അപ്രീസിയേഷൻ രേഖപ്പെടുത്തുക. ഞാൻ അധികമൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം കളയാതെ ഉഷ മാഡത്തിനും മനോഹർലാൽ സാറിനും സാബു സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം. കാരണം വിഷയം വളരെ ലെങ്തിയാണ്. ഒരുപക്ഷെ ഒരു പുതിയ യൂണിവേഴ്സിറ്റി ചേരുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ചേരുന്ന പോലെയുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സൂചനകൾ, അതിൻ്റെ ഇനീസിയേഷൻ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്ന വലിയൊരു വിഷമം പിടിച്ച ദൗത്യമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിപ്ലവാത്മകമായ
റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ദിശ തന്നെ മാറ്റി കുറിക്കാൻ കഴിവുള്ള ഈ ശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എനിക്കറിയാം, ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും ശ്രീകുമാർ സാറിനെ പോലെ ഉള്ളവരെ മാത്രമാണ് ഞാൻ കണ്ടത്. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരെ ഒഴിച്ചാൽ എന്നെ ശ്രമിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് ഉള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു റെവല്യൂഷണറി ഐഡിയ അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു ദിശ തന്നെ മാറ്റിക്കുറിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഒരു പുതിയ ശാസ്ത്രം അല്ലെങ്കിൽ പുതിയൊരു വിജ്ഞാനം ആരോഗ്യ മേഖലയിൽ മൊത്തത്തിൽ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിൻ്റെ പേര് ജർമാനിക് ഹീലിംഗ് നോളജ്, അല്ലെ ജർമ്മൻ ന്യൂ മെഡിസിൻ, ജർമാനിഷ് ഹെയൽകുണ്ടെ, അങ്ങനെ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതൊരു വളരെ വളരെ വിപ്ലവകരമായിട്ടൊരു അറിവാണ്. അത് ജർമ്മനിയിലെ ഒരു ഡോക്ടർ ഹാമർ, റൈക്കിയർ ഹാമർ എന്ന് പറയുന്ന ഡോക്ടർ ഈ ലോകത്തിന് സമ്മാനിച്ച് അദ്ദേഹം കടന്നുപോയി. 2017 ജൂലൈ 2-ാം തീയതി മരണപ്പെട്ടു. അദ്ദേഹം അവശേഷിച്ചു പോയിട്ടുള്ള ഈ അറിവ് ഇന്ന് ലോകത്തിൽ ധാരാളം രാജ്യങ്ങളിൽ, എനിക്ക് തോന്നുന്നൊരു അത് വളരെ ഫാസ്റ്റായിട്ട് 100ഓളം രാജ്യങ്ങളിലുള്ള വ്യക്തികൾ, അല്ലാതെ വലിയ ഓർഗനൈസ്ഡ് ആയിട്ടല്ല, വ്യക്തികൾ ഈ ശാസ്ത്രം പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ടോപ്പിക്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ മനസ്സ്, പെരുമാറ്റങ്ങൾ, ബിഹേവിയർ ഏരിയ അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എന്നാണ് അറിയപ്പെടുക. ഈ ശാസ്ത്രപ്രകാരം ഒന്നും ഡിസോർഡർ ഇല്ല എന്നുള്ളതാണ് ആദ്യം അവസാനമായിട്ട് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യം. ഇവിടെ ഒന്നും ഡിസോർഡർ ഇല്ല. എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ. നേച്ചർ ഹാസ് പുട്ട് എവറിത്തിങ് ഇൻ ഈസ് ഓർഡർ, ഇൻ ഇറ്റ്സ് ഓൺ ഓർഡർ, വിത്ത് എ ബയോളജിക്കൽ പർപ്പസ്. ഇതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മുഖ്യമായ വിഷയം. ഓരോ വ്യക്തിയുടെയും, നമ്മൾ സാധാരണ മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, അല്ലെ സൈക്യാട്രി, ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയല്ല. ഹ്യൂമൻ ബിഹേവിയറിനെയും ഇമോഷണൽ മൂഡ് ഡിസോർഡേഴ്സ് അല്ല, മൂഡ് വേരിയേഷൻസ്, ഇതിനെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രം. അതാണ് ജർമാനിക് ഹീലിംഗ് നോളജ്. ഇതിനെക്കുറിച്ച് ഞാൻ എനിക്കറിയില്ലായിരുന്നു. 2013 ഞാനിത് തീക്ഷ്ണമായി പഠിച്ചു തുടങ്ങിയത്. 2008 ഞാൻ അതിനെക്കുറിച്ച് കേട്ടു, ഇങ്ങനൊരു പുതിയ ശാസ്ത്രമുണ്ടെന്ന്. 2013 മുതൽ എൻ്റെ ഹോമിയോപ്പതി ചികിത്സയെ വളരെയധികം അടിമുടി മാറ്റിയ ഒരറിവാണ്. അതിനുശേഷം ഞാൻ എല്ലാ രോഗികളിലും GHK എന്ന് പറയുന്ന ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹോമിയോപ്പതി പ്രാക്ടീസ് നടത്തുന്നതെന്ന് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിലുണ്ടായ ഒരു സംഭവം, ഒരു രോഗിയുടെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ GHK പഠിച്ചു തുടങ്ങുന്ന കാലത്തുണ്ടായ ഒരു കേസാണ്. ഇതൊരു സിദ്ധാന്തമല്ല, ഇതൊരു പുതിയ തത്വചിന്തയുമല്ല, ഇതൊരു യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു മനുഷ്യ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവം. കഥാനായിക ഒരു സ്ത്രീയാണ്, 56 വയസ്സ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിട്ടയർ ചെയ്യേണ്ട ആളാണ്. ഗവൺമെന്റ് സർവീസിൽ നിന്ന് സീനിയർ പദവിയിലുള്ള ഒരു വനിത. വിരമിക്കലിന് തൊട്ടു മുമ്പായിട്ട് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളെല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കുന്ന തിരക്കിൽ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വൈകുന്നേരം പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടി ഏക മകൻ ഒരു ബൈക്കിൽ ഓഫീസിൻ്റെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുകയാണ് റോഡിൽ. അപ്പോൾ അവിചാരിതമായി മറ്റൊരു ബൈക്കിൽ കുടിച്ചിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ മകൻ്റെ മേലെ ബൈക്ക് ഓടിച്ചു കയറ്റുകയും അതിൻ്റെ ഫലമായി അയാൾ താഴെ വീഴുകയും തല ഒരു സ്ലാബിൽ അടിച്ച് ആ നിമിഷത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. ഏക മകനാണ്, അന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകാനിരുന്നതാണ്. അങ്ങനെയാണ് ഈ സ്ത്രീയുടെ ജീവിതം അവസാനിച്ചത്. ശരീരം ജീവിച്ചു. അതിനുശേഷം ഒരു ആഴത്തിലുള്ള ഒരു വിഷാദ രോഗം എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക്
മാറി. ഡയഗ്നോസിസ് വൈസ് അവർ ഡിപ്രഷൻ രോഗിയാണ്. ആഴ്ചകളല്ല, മാസങ്ങളല്ല, നീണ്ട 10-ൽ കൂടുതൽ, ഞാനിപ്പോൾ അത് ഫയലിൽ എടുത്ത് നോക്കിയിട്ടല്ല, 10-ൽ കൂടുതൽ വർഷങ്ങളായി എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഡയഗ്നോസിസ് ഉണ്ട്, ഡിപ്രഷനാണ്, അതിനുള്ള ചികിത്സയുണ്ട്. ഇത്രയും വർഷം മരുന്നിലാണ് പോകുന്നത്. പക്ഷേ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാനിതൊരു സൂചനയായിട്ട് എടുക്കുകയാണ്. ധാരാളം പേര് ഇതുപോലെ മരുന്നുകൾ കഴിച്ച് ഡിപ്രഷനായിട്ടും മേനിയാക്കലായിട്ടും വിവിധ ഡയഗ്നോസിസ് പേറിക്കൊണ്ട് ജീവിതം മുഴുവനും മാനസിക രോഗി എന്നുള്ള ലേബൽ വഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ശരിക്കും എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് ഇന്നത്തെ ലോകത്തിൽ ഒരുപക്ഷെ ഞാൻ ഇതറിയുന്നത് വരെ എനിക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം ഞാനിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എനിക്കൊരു കൃത്യമായ വ്യക്തമായ ഒരു കാര്യം എനിക്കറിയാം. ഈ ലോകത്തിൽ ആരും മാനസിക രോഗികളെ യഥാർത്ഥത്തിലുള്ള രീതിയിലല്ല കാണുന്നത്. ഇപ്പം മെൻ്റൽ ഹെൽത്തിൽ തീർച്ചയായിട്ടും രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ലെന്ന് ഞാൻ അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. എല്ലാം ഈ ബയോളജിയുടെ അല്ലെങ്കിൽ ജൈവികമായ ഈ പ്രക്രിയയുടെ ഭാഗമായി നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും അതിജീവിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പ്രകൃതി. നമ്മൾ ദൈവവിശ്വാസികൾക്ക് വേണമെങ്കിൽ ഈ ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രകൃതി നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് രോഗം എന്നുള്ളതാണ് ഈ ജർമ്മൻ ന്യൂ മെഡിസിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ ഹാമർ പഠിപ്പിച്ചത്. ഒന്നും രോഗമില്ല, അതുകൊണ്ട് തന്നെ രോഗം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ഒന്നും പത്തോളജി ഇല്ല. പത്തോളജിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. സംതിങ് ഒരു സെല്ലുലാർ ലെവലിൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഓർഗൻ ലെവലിൽ സംതിങ് അബ്നോർമൽ എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും അബ്നോർമൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ജീവന്റെ പദ്ധതി രൂപകൽപ്പന ചെയ്ത ഈ പ്രകൃതിയുടെ ബയോളജിക്കൽ പർപ്പസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സൈക്യാട്രിക് രോഗനിർണയം അല്ല ഞാൻ ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നപ്പോൾ നടത്തിയത്. വളരെ എളുപ്പമാണ്. അവരുടെ സ്റ്റാമ്പ് പേര് കൊണ്ടാണ് അവർ വരുന്നത്. ക്രോണിക് ഡിപ്രഷൻ, ധാരാളം മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും പറയും ഇത് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് നിർത്തരുത്, മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ആയിരുന്നില്ല GNM പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രോഗിയെ ഞാൻ സമീപിച്ചു. ഞാനൊരു രോഗനിർണയം നടത്തിയിട്ടില്ല. ലക്ഷണങ്ങളെല്ലാം നമ്മളോട് പറയുന്ന ആ ലാംഗ്വേജിലൂടെ നമ്മൾ ആ രോഗിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സത്യത്തിൽ എന്താണ്, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ ഏക മകൻ അകാലത്തിൽ ഇല്ലാതെയായപ്പോൾ അത് വേദന അനുഭവിച്ചൊരു അമ്മയുടെ കഥയാണ്. ഈ ജർമ്മനി ഹീലിംഗ് നോളജ് എന്ന ശാസ്ത്രത്തിൻ്റെ ഉപയോഗത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അറിവിലൂടെയാണ് ആ രോഗിയെ എനിക്ക് വളരെ 1-2-3 ആഴ്ചകൾക്കുള്ളിൽ വളരെ വേഗം പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ശരിയാണ്, ഹോമിയോപ്പതി ഡോക്ടറായിട്ടുള്ള സമയത്ത്, ഇപ്പോഴും ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. GNM പഠിക്കുന്നതിന് മുമ്പുള്ള അല്ലെ മറ്റെല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് വളരെ 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 നല്ല മരുന്നുകളുണ്ട്. ഹോമിയോപ്പതി ഉപയോഗിച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ അത് വേണ്ട രീതിയിൽ എന്താണ് ഈ രോഗിയിൽ സംഭവിച്ചതെന്ന് അറിയാതെയുള്ള സമീപനമാണ്. അതുകൊണ്ട് അത് പൂർണ്ണമല്ലെന്ന് വിശ്വസിക്കുകയും എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ ഈ GNM ബേസ്ഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഉപയോഗിക്കണമെന്ന് ഞാൻ നിർബന്ധപൂർവം പറയാറുണ്ട്. കുറച്ചൊക്കെ പേര് കേൾക്കുന്നുണ്ട്, കുറച്ച് പേര് കേൾക്കുന്നില്ല. അപ്പോൾ അവരുടെ രോഗം നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഹോമിയോപ്പതിയിലും അങ്ങനെയാണ്, GHKയിലും അങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ജീവശാസ്ത്രപരമായ അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള ആ ഷോക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഷോക്ക് നടന്നത് മനസ്സിലാണ്. ഇവർക്ക് ഒരു ആക്സിഡൻ്റ് ഒന്നും വന്നില്ല, പക്ഷെ അത് ബ്രെയിനിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത്. അങ്ങനെ അത് ശരീരത്തിലൂടെ ബാധിക്കും. ഈ സിങ്ക്രോണിസിറ്റി അല്ലെങ്കിൽ സമകാലികത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ചേഞ്ചസ് നടക്കുന്നത് സൈക്കി എന്ന് പറയുന്ന മാനസിക തലത്തിലും മസ്തിഷ്കത്തിലും ബ്രെയിനിലും ശരീരത്തിലും ഒരേ സമയം നടക്കുന്നു. ശരീരത്തിൽ മാത്രമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഇന്ന് നമുക്കുള്ളത് എന്നുള്ളതിൻ്റെ പേരിൽ വളരെ മനോഹരമായിട്ട് ശരീരത്തിൻ്റെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും
വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇന്ന് മെഡിക്കൽ കോളേജുകളിലും അങ്ങനെയുള്ള വൈദ്യശാസ്ത്ര കേന്ദ്രങ്ങളിലും ചികിത്സാ കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതേസമയം നമ്മൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ മനസ്സിൽ സംഭവിക്കുന്ന അല്ലെ സൈക്കിയിൽ സംഭവിക്കുന്ന യാതൊരു കാര്യങ്ങളും ഒരു ചികിത്സാ മേഖലകളിലും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന മെൻ്റൽ ഹെൽത്തും കൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണത് പരിഗണിക്കുന്നത്, എങ്ങനെയാണ് സമീപനം നടത്തുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ജീവശാസ്ത്രപരമായ ഒരു അർത്ഥം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ ഈ GNM അല്ലെ GHKയിൽ ഈ രോഗം ഏതുമായിക്കോട്ടെ, ശരീരത്തിൻ്റെ രോഗം എന്ന് പറയുന്നത് വേറൊന്നില്ല. 3 കാര്യങ്ങളിൽ ശരീരത്തിന് മാത്രമായിട്ടുള്ള ഉണ്ടാവാം. അത് ഈ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ പോലും വരുന്നതല്ല. കാരണം മനസ്സിൻ്റെ സ്വാധീനമില്ലാതെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, കോൺഫ്ലിക്റ്റ് എന്നാണ്. സംഘർഷങ്ങൾ കൂടാതെ നമ്മൾ ചിലപ്പോൾ ആശുപത്രിയിൽ പോയേക്കാം. അത് ആക്സിഡൻറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇഞ്ചുറി, ട്രോമ എന്നൊക്കെ പറയുന്ന ശരീരത്തിൽ ഏൽക്കുന്ന മുറിവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണിങ്, അനിമൽ പോയിസണിങ്, മിനറൽ അല്ലെങ്കിൽ കെമിക്കൽ പോയിസണിങ്, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. മൂന്നാമതൊരു മാൾന്യൂട്രീഷൻ. നമ്മൾ ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതും ചില ലക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ പേരിൽ നമ്മൾ ആശുപത്രി പോലെയുള്ള ചികിത്സാ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടേക്കാം. പക്ഷെ അതൊന്നും രോഗമായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം അതൊന്നും നാച്ചുറൽ ഡിസീസ് അല്ല. ഇപ്പം നാച്ചുറൽ ഡിസീസ് ആകണമെങ്കിൽ അതിന് കൃത്യമായിട്ടും ഒരു കാരണമുണ്ടാകണം. അത് മനസ്സിൻ്റെ തലത്തിലാണ്. അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ജൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ജൈവികമായ ഒരു കാരണം കൊണ്ട് മാത്രമേ മസ്തിഷ്കത്തിലായാലും ശരീരത്തിലായാലും ഒരു രോഗം എന്ന് പറഞ്ഞ സാധാരണ പറയപ്പെടുന്ന സോ കോൾഡ് ഡിസീസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഈ ശാസ്ത്രം നമുക്ക് തരുന്ന ഏറ്റവും അനുകൂലവും സമാധാനം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ മനസ്സിലേറ്റ മുറിവാണ്. അത് ഇമ്മീഡിയറ്റ്ലി, സിങ്ക്രോണസ്ലി, സൈമൾട്ടേനിയസ്ലി അവരുടെ ബ്രെയിനിൽ കുറച്ച് ചേഞ്ചസ് വന്നു. അപ്പോൾ ബ്രെയിനിനൊരു 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടാണ് അവർ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത്. അങ്ങനെയാണ് അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് അവർ സ്റ്റാമ്പ് ചെയ്യപ്പെട്ടത്. അവർ വളരെ മനോഹരമായിട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഏത് ലക്ഷണമാണോ അതിനെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഇതാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മേനിയാക്കലാകുക എന്ന് പറഞ്ഞാൽ വയലൻ്റ് ആവുക, അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവ് ആവുക. അങ്ങനെയുള്ളവരുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ എന്ന് പറയുന്നത് മരുന്നുകൊണ്ട് അടിച്ചമർത്തുക, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന താരതമ്യേന നിശബ്ദമായിട്ടും ആക്ടിവിറ്റി കുറഞ്ഞ ഒരു സ്റ്റേജിലുള്ളവരെ ഉഷാറാക്കുക. ഇതൊക്കെ ചെയ്യാനുള്ള കെമിക്കൽ ഡ്രഗ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഫാർമ ഹാസ് ഡെവലപ്ഡ്, I don't know whether it is development or not, grown to that level to manage all symptoms that are manifested in the body or in the so-called mind. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ GHK എന്ന് പറയുന്ന ഈ പുതിയ ശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഇതൊരു ടോട്ടൽ റെവല്യൂഷണറി നോളജാണ്. ഇറ്റ്സ് എ പാരഡൈം ഷിഫ്റ്റ്. നമ്മൾ ഇതുവരെയും പോയിരുന്ന എന്നെ ശ്രമിക്കുന്ന സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള, കൗൺസിലേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഉൾപ്പെടെ, നമ്മൾ സൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം വീണ്ടും വേറൊരു ദിശയിലേക്ക് തിരിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആകുവാണെങ്കിൽ എൻ്റെ ഈ ഉദ്യമം ഫലിച്ചു എന്ന് ഞാൻ കരുതും. അപ്പോൾ നമുക്ക് കൂടുതൽ ജർമാനിക് ഹീലിംഗ് നോളജ് GHK എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിലേക്ക് കടന്നു പോകാം. ഡോക്ടർ IK ജയൻ ഹാമർ എന്ന് പറയുന്ന ഡോക്ടർ ഒരു ജസ്റ്റ് ലൈക്ക് എനി അതർ അലോപ്പതിക് ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. ഇന്റേണൽ മെഡിസിൻ ആണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഏരിയ ഓങ്കോളജി തന്നെയായിരുന്നു. ക്യാൻസർ സംബന്ധമായ രോഗങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ 19 വയസ്സുള്ള ഒരു മകൻ അകാലത്തിൽ വെടിയേറ്റു. പിക്നിക്കിന് പോയതാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയതാണ്. ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഫോൺ വരികയാണ്, താങ്കളുടെ മകൻ വെടിയേറ്റിരിക്കുന്നു എന്ന്. വീട്ടിൽ കൊണ്ടുവന്നു. 3 മാസത്തെ
സംരക്ഷണമൊക്കെ നടത്തിയിട്ടും അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഈ ഡോക്ടറുടെ കയ്യിലിരുന്ന് മരണപ്പെട്ടു. അത് 1978-ലാണ്. 3 മാസം വീണ്ടും കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിക്കിൾസ്, വൃഷണത്തിൽ ഒരു ട്യൂമർ വന്നു. അതിനെ ടെസ്റ്റിക്കുലർ ടെറട്ടോമ എന്നൊക്കെ പറയപ്പെടുന്ന ക്യാൻസർ. അപ്പോൾ സാധാരണ അന്ന് അദ്ദേഹം ഒരു അലോപ്പതി എന്ന് പറയുന്ന കൺവെൻഷണൽ മെഡിസിൻ്റെ ഡോക്ടറാണ്. ഇമ്മീഡിയറ്റ്ലി പോയി സർജൻസ് ഗ്രോത്ത് റിമൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഇതുവരെയും ആരോഗ്യമായിട്ട് ജീവിച്ചിരുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ക്യാൻസർ ഉണ്ടായത് എന്ന് അദ്ദേഹം വളരെ ഗൗരവതരമായി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു. കാരണം അദ്ദേഹം താരതമ്യേന യാതൊരുവിധ അസുഖങ്ങളും ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. നല്ല സ്റ്റൗട്ട് ടോൾ ഫിഗറാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ക്യാൻസർ വന്നത്, അതും ടെസ്റ്റിക്കുലർ ക്യാൻസർ വന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജർമ്മൻ ബ്രെയിൻ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ സാമുൽ ഹാനിമാനും ജർമ്മൻകാരനാണ്. ആ ജർമ്മൻ ബ്രെയിനിനെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഒരു 3 വർഷത്തെ പഠനത്തിനുള്ളിൽ അദ്ദേഹം ഒരു ശാസ്ത്രം മുന്നോട്ട് വെച്ചു. അതാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ. ഈ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് സാധാരണ അലോപ്പതി മെഡിസിൻ, കൺവെൻഷണൽ മെഡിസിൻ, മോഡേൺ മെഡിസിൻ, ആയുർവേദിക് മെഡിസിൻ, ഹോമിയോപ്പതി മെഡിസിൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് മെഡിസിൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നതെങ്കിലും കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ മെഡിസിൻ ഭയങ്കര അപകടം പിടിച്ച ഒരു സാധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മെഡിസിൻ പാർട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നോളജ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ ഉപയോഗിച്ച വാക്കാണ്, ജർമാനിക് ഹീലിംഗ് നോളജ്. അപ്പോൾ പിന്നെ ആരും കേസുനുമായിട്ട് പോകത്തില്ലല്ലോ. നിങ്ങൾ എന്ത് മെഡിസിനാണ് എവിടുന്ന് ഇറക്കുമതി ചെയ്താന്നൊക്കെ ചോദിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജർമാനിക് ഹീലിംഗ് നോളജ് എന്ന പേരിൽ ഇത് ഇന്റർനാഷണലായിട്ട് ഗ്ലോബലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു സൈക്യാട്രിക് ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ആദ്യം അദ്ദേഹം കണ്ടുപിടിച്ചത് ശാരീരിക രോഗങ്ങളുടെ തിയറീസാണ്. അതിനുശേഷം അദ്ദേഹം സൈക്യാട്രിക് ക്ലിനിക്കുകളിൽ ചികിത്സിച്ചിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം കണ്ട വളരെ വേദനാജനകമായ ചില കാഴ്ചകളുണ്ടായിരുന്നു. ചെറുപ്പക്കാർ മുതൽ ഉള്ള എല്ലാ അന്നത്തെ സീരിയസ് രോഗത്തെ ഡയഗ്നോസ് ചെയ്യുന്ന സ്കിസോഫ്രേനിയ എന്നാണ്. ഇപ്പോൾ സ്കിസോഫ്രേനിയ പോലെയുള്ള വളരെ ഗൗരവതരത്തിലുള്ള രോഗങ്ങൾ നിർണയിക്കപ്പെട്ട് മൃഗങ്ങളെ പോലെ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന ധാരാളം യുവാക്കളെ ഉൾപ്പെടെയുള്ള മനുഷ്യരെ കണ്ടിട്ട് അദ്ദേഹത്തിന് ശരിക്കും മനസ്സ് വേദനിച്ചിട്ടാണ് ഈ ഏരിയയിൽ കൂടുതൽ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ നടത്തി ഈ വിലയേറിയ ഈ ശാസ്ത്രം നമുക്ക് തരുന്നത്. അപ്പോൾ അന്നു മുതൽ ഈ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ നിസ്സഹായരായിട്ട് ഇവർക്ക് എന്താ പ്രശ്നമെന്ന് ആർക്കും മനസ്സിലാകാതെ ഉള്ള അവസ്ഥയിൽ വിഷമിക്കുന്ന ആൾക്കാരെ സഹായിക്കണമെന്നുള്ള തോന്നലുകൊണ്ടാണ് അദ്ദേഹം ഈ ഏരിയയിൽ നടത്തിയ റിസർച്ച് അല്ല. കാരണം ഞാനൊക്കെ ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഒരു 19 വർഷത്തിന് മുമ്പ് കോട്ടയം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു. ഇന്നത്തെ കേന്ദ്രമല്ല. അന്ന് മെൻ്റൽ പേഷ്യൻസിനെ ചേഞ്ച് ചെയ്ത് മുറിക്കകത്തിട്ട് പൂട്ടുകയും അവിടെ നിന്ന് അലറുകയും കരയുകയും ഒക്കെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് നിരന്തരം കേൾക്കുന്നതായിരുന്നു. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അന്ന്. ഇന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല. അവരുടെ ഗൗരവതരമായിട്ട് അവരുടെ ലക്ഷണങ്ങളെ അടിച്ചമർത്തിയിട്ട് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ അവരുടെ പ്രതികരണമാണ്, അല്ലാതെ അവരെ പ്രത്യേകമായിട്ട് ഒരു കൂട്ടിലിടേണ്ട, ചേഞ്ച് ചെയ്യേണ്ട, ഹോസ്പിറ്റലിൽ അടച്ചിട്ട മുറികളിൽ ഒതുങ്ങിക്കൂടേണ്ട, മരുന്ന് കുത്തിവെച്ചും ഗൗരവതരമായി കഴിപ്പിച്ചും ഇലക്ട്രോക്യൂഷൻ നടത്തിയിട്ടും ഒന്നും വിഷമിപ്പിക്കേണ്ട ഒരു കാറ്റഗറി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഈ ശാസ്ത്രത്തിലേക്ക് എത്തിപ്പെടുന്നതോടുകൂടി അദ്ദേഹം 5 ജൈവിക നിയമങ്ങൾ, പ്രകൃതിയുടെ നിയമങ്ങൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഈ 5 നിയമങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അതിനെ 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെറുതെ ഒരു തിയറി അല്ല, വെറുതെ ഒരു നിയമമല്ല. അത് ബ്രെയിൻ CT സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തെളിയിച്ച കാര്യങ്ങൾ. അതായത് മനസ്സും മസ്തിഷ്കം അല്ലെ ബ്രെയിനും ബോഡിയുമായിട്ടുള്ള വേർപിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധം. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവർ പോലും നമ്മൾ ഒരു മനസ്സും കൂടെ പേറുന്ന വ്യക്തികളാണെന്നുള്ളതിനെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരെയാണ് ഈ ആശുപത്രികളിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ ചെന്ന്
അവരുടെ ആരോഗ്യവും പണവും ജീവനും എല്ലാം നശിപ്പിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇന്നത്തെ ലോകത്തിന് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് ഈ അധ്യാപന മേഖലയിൽ, ബോധവൽക്കരണ മേഖലകളിൽ വളരെ ഗൗരവതരമായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, കൺവെൻഷണൽ മെഡിസിൻ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം തലമുടി മുതൽ നഖം വരെ പോകുന്ന ഈ ശരീരം മാത്രമാണ് നമ്മൾ, അല്ലെങ്കിൽ ഹ്യൂമൻ ഓർഗാനിസം എന്ന് വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകളുടെ മനുഷ്യരെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞ ഈ ശരീരമാണെന്നുള്ളത്. അദൃശ്യമാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ മനസ്സ്, സൈക്കി എന്ന് പറയുന്നതിനെ കുറിച്ച് യാതൊരു ചർച്ചയും ഒരു ആശുപത്രിയിൽ നടക്കുന്നു. അവിടെ ആയിരക്കണക്കിന് രോഗികൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ട്. 500 അല്ലെ ആയിരക്കണക്കിന് രോഗികൾ അവിടെ അഡ്മിറ്റഡ് ആണ്. ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് അവരെ ചികിത്സിക്കുന്ന കൺവെൻഷണൽ മെഡിസിൻ ഡോക്ടർക്ക് അറിയത്തില്ല എന്ന് ശക്തമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും എന്തുകൊണ്ട് ഒരാൾ ചുമയ്ക്കുന്നു എന്ന് ഒരു പൾമണോളജിസ്റ്റിന് അറിയില്ല. എന്തുകൊണ്ട് ഒരാൾക്ക് നടുവേദന ഉണ്ടാകുന്നു എന്ന് ഓർത്തോപീഡിഷ്യന് അറിയില്ല. എന്തുകൊണ്ട് തൊണ്ടവേദന ഉണ്ടാകുന്നെന്ന് ഒരു ലാരിഞ്ചോ നെയ്സോ ലാരിഞ്ചൽ സ്പെഷ്യൽ അല്ലെങ്കിൽ ENT ഡോക്ടർ എന്ന് പറയുന്നതൊക്കെ അറിയില്ല. കണ്ണിൻ്റെ, ചെവിയുടെ, നാവിൻ്റെ, സ്കിന്നിൻ്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് എന്തുകൊണ്ടാണ് ആ രോഗമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശവുമില്ല. കാരണം അതൊരു ഡോഗ്മാറ്റിക് മേഖലയാണ്. ഡോഗ്മ മീൻസ് യു കനോട്ട് ആസ്ക് എനിത്തിങ് ബിക്കോസ് ദേ ആർ സോ പ്രിവിലേജ്ഡ് ബൈ ഡിഫറെൻറ്റ് മീൻസ്. പണമുണ്ട്, സ്വാധീനമുണ്ട്, ഗവൺമെൻറ്റിൻ്റെയും ബിഗ് ഫാർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാണ്. ഇതെല്ലാം സ്വാധീനമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവർ സ്വാഗതം ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല. ഇതിനെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഉള്ള അറിവുകളാണ് നമുക്ക് ഡോക്ടർ ഹാമർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് രോഗം എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം, ഡിസീസ്, അതായത് നമുക്ക് ഈസ് അല്ലാത്തത് തന്നെയാണ്. ബട്ട് വൈ? ആ ഒരു ഡിസ്കംഫോർട്ട് ഈസ് ഫോർ സംതിങ് ബെറ്റർ, അല്ലെങ്കിൽ ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ എന്നൊക്കെ പറയും. ഇപ്പൊ പെയിൻ ഇല്ലാതെ നമുക്കൊരു ഗെയിൻ ഉണ്ടാവത്തില്ല. സോ ദാറ്റ് പെയിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഡിസ്കംഫോർട്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഈ തലവേദന, ചുമ, വയറിളക്കം, വയറുവേദന, നടുവേദന, മുട്ടുവേദന, എല്ലാ രോഗാവസ്ഥകളുടെയും പർപ്പസ് എന്താണെന്ന് ചർച്ച ചെയ്യപ്പെടാതെ ആ ലക്ഷണങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വളരെ റീസണബിൾ ആയിട്ടുള്ള, പ്രിസൈസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം, വിശ്വസനീയമായ റാഷണൽ ആയിട്ടുള്ള വിശദീകരണമാണ് ഡോക്ടർ ഹാമർ നമുക്ക് തരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗം എന്ന് പറയുന്നത് ഒരു പ്രകൃതിക്ക് സംഭവിച്ച, അല്ലെങ്കിൽ ഈ നേച്ചറിന് സംഭവിച്ച ഒരു പിഴവല്ല. ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക് ഓഫ് നേച്ചർ ബിക്കോസ് അവർ നേച്ചർ ഈസ് മദർ നേച്ചർ. ഈ അമ്മയ്ക്ക് ഒരിക്കലും നമുക്ക് തെറ്റുപറ്റത്തില്ല എന്ന് വിശ്വസിക്കാം. എവറി ഡിസീസ് ഈസ് നോട്ട് കാഷ്വലി ഹാപ്പനിങ്, റാൻഡം ആയിട്ടുള്ള റീസൺ. ഇന്നലെ ചുമ തുടങ്ങി, എന്തുകൊണ്ടാ? അത് പച്ചവെള്ളം കുടിച്ചിട്ടായിരിക്കും, മഴ നനഞ്ഞിട്ടായിരിക്കും, തണുപ്പല്ലേ, ഇപ്പൊ ഭയങ്കര തണുപ്പല്ലേ. ആരും തിരിച്ചു ചോദിക്കത്തില്ല, ഡോക്ടറെ ഇവിടെ 22 ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കത്തുള്ള ടെമ്പറേച്ചർ, മാക്സിമം ഒരു 35 പോകും. ഏറ്റവും തണുപ്പെന്ന് പറയുന്നത് 22. പക്ഷെ കാനഡയിലുള്ളവർ അല്ലെങ്കിൽ കോൾഡ് കൺട്രീസിൽ ഐസ് പുതച്ച് കിടക്കുന്ന ഈ ഡിസംബറിൽ മൈനസ് 30-40 പോകുന്ന ടെമ്പറേച്ചറിൽ അവർക്ക് എന്തുകൊണ്ട് ചുമച്ചോണ്ടിരിക്കുന്നില്ല? അവര് അതൊന്നും ചോദിക്കരുത്. അങ്ങനെ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ രോഗം നമ്മുടെ ശത്രുവല്ല. ഇറ്റ്സ് നോട്ട് അവർ എനിമീസ്. നമ്മൾ പുതിയ മലയാള ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിട്ട് പണി തരാനായിട്ട് ഉള്ള ഒരു പരിപാടിയല്ല ഈ രോഗം എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ശാസ്ത്രത്തിൻ്റെ സാങ്കത്യം, അതിൻ്റെ ഔന്നത്യം ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു. രോഗം എന്ന് പറയുന്നത് എല്ലാം അർത്ഥസമ്പൂർണമായ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ പദ്ധതികളാണ്, നമുക്ക് അനുകൂലമായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജാണ്. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പകാലത്ത് അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്നെല്ലാവരും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാം ആപ്പ് അല്ലെങ്കിൽ പ്രോഗ്രാം
ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പം രോഗം എന്ന് പറയുന്നത് നമ്മുടെ പരിണാമത്തിൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ല, നമ്മുടെ പരിണാമത്തിലൂടെ ഏതോ ഒരു ഘട്ടത്തിലൂടെ നമുക്ക് കിട്ടിയ ചില പദ്ധതികളാണ് നമ്മുടെ അതിജീവനം എളുപ്പമാക്കാനും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി മാതാവ് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യുന്ന ചില പ്രോഗ്രാംസ്. ഇതാണ് ഈ പ്രകൃതി നിയമങ്ങൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് വിശദമായിട്ട് ഈ 5 ജൈവിക നിയമങ്ങളെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ചുരുങ്ങിയ സമയമേ ഉള്ളൂ, കാരണം ഇതൊക്കെ വളരെ വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. ഒന്നാമത്തെ നിയമത്തെ ഡോക്ടർ ഹാമർ വിളിച്ചത് അയൺ റൂൾ ഓഫ് ക്യാൻസർ എന്നാണ്. ബിക്കോസ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ക്യാൻസറിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചതും. എന്തുകൊണ്ട് എൻ്റെ ടെസ്റ്റിക്കുലർ ക്യാൻസർ, അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലുള്ള ആയിരക്കണക്കിന്, കാരണം അദ്ദേഹം 40,000 പേഷ്യൻസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയോട് അതിന് റെക്കഗ്നീഷൻ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം മരിക്കുന്നതുവരെ ഒരു അനുവാദം കിട്ടിയിരുന്നില്ല ഒരു എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്കീമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നീട് അദ്ദേഹം അയൺ റൂൾ ഓഫ് ഡിസീസ് എന്നും അയൺ റൂൾ ഓഫ് ട്യൂമേഴ്സ് എന്നും ഒക്കെ അത് മാറ്റി. ഇതൊരു അയൺ റൂളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൻ നോട്ട് ബി ഷേക്കൺ, ഇറ്റ്സ് നോട്ട് എ ഫീബിൾ തിങ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അതിന്റെ ഒന്നാം നിയമം ഇങ്ങനെയാണ്: എല്ലാ രോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന സോക്കോൾ ഡിസീസസ് എല്ലാം DHS അല്ലെങ്കിൽ ഡിർക്ക് ഹാമർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജൈവികമായ ഷോക്കിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ അല്ല, ഇറ്റ്സ് എ സൈക്കിക് എന്ന് പറയാം. അത് ബയോളജിക്കൽ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ടത്. അതുകൊണ്ട് സൈക്കോളജിക്കൽ, ഇന്ന് എനിക്ക് സ്ട്രെസ് ആണ്, എനിക്ക് ടെൻഷനാണ്, അതൊന്നും രോഗമുണ്ടാക്കത്തില്ല. രോഗമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ രോഗമെന്ന് പറയപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഷോക്കിന്റെ അല്ലെങ്കിൽ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റിന്റെ DHS എന്നാ പറയാം. ഡിർക്ക് ഹാമർ എന്ന് പറയുന്ന മകന്റെ പേരാണ്, അദ്ദേഹത്തിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന പേരാണ് ഡിർക്ക് ഹാമർ സിൻഡ്രോം, DHS. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്രതീക്ഷിതമായിരിക്കണം. അതായത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഈ ജൈവികമായ സംഘർഷം ക്വയറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം. മറ്റൊന്ന് അത്യന്തം ശക്തമായിരിക്കണം, സോ ഇൻറ്റൻസ് ആയിരിക്കണം. വളരെ ശക്തമായ ഒരു സംഘർഷമായിരിക്കണം അത്. മറ്റൊന്ന് മാനസികമായിട്ടുള്ള ആഘാതകരമായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വാട്ട് യു കോൾ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അതിനെ ബയോളജി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരു കൃത്യമായ ആഘാതം അത് ഈ വ്യക്തിത്വത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതൊരു ഒറ്റപ്പെട്ട അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നും. ഇതാരോടും പങ്കുവെക്കാതെ അത് തുടർച്ചയായി റൂമിനേറ്റ് ചെയ്യാന്നൊരു വാക്കുണ്ട്, അതായത് അയവിറക്കുക എന്ന് പറയും. അതായത് അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ പറ്റും, അത് സമയം കളയുകയെന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ സ്ത്രീയെ സംബന്ധിച്ചുള്ള മകനെ കുറിച്ചുള്ള ഓരോ നിമിഷവും, അവൻ കുഞ്ഞായിരുന്ന സമയം മുതൽ, 1 വയസ്സായപ്പോൾ മുതൽ, പ്രസവിച്ച സമയം മുതൽ മരിക്കുന്ന സമയം വരെയുള്ള ഓരോ നിമിഷവും ആ അമ്മയുടെ മാതൃഹൃദയം തീർച്ചയായിട്ടും ഓർത്തെടുക്കും. ഹൃദയമാണോ മസ്തിഷ്കമാണോ അറിയില്ല, തീർച്ചയായിട്ടും അതുണ്ടാകും. അത് തന്നെയാണ് അവരിൽ ഏൽപ്പിക്കുന്ന ആഘാതം. അത് ആരോടും പങ്കുവെക്കാതെ നിൽക്കുമ്പോൾ അത് റൂമിനേറ്റ് വീണ്ടും 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 അയവിറക്കുമ്പോൾ ആ ആഘാതം തലച്ചോറിലും ശരീരത്തിലും അത് വളരെ ഗൗരവതരമായ അവസ്ഥകൾ ഉണ്ടാക്കും. അതിനെയാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്ന ആ നിമിഷം തന്നെ മനസ്സും തലച്ചോറും ശരീരവും അല്ലെങ്കിൽ അവയവവും, ബോഡി ഓർഗൻസ്, ഈ മൂന്നും സിങ്ക്രണൈസ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഈ 3 ഘടകങ്ങളിലും പ്രത്യക്ഷമായ സിംറ്റംസ്, ലക്ഷണങ്ങൾ ഉണ്ടാകും, ഒരുമിച്ച് ബാധിക്കും. കാരണം മാനസിക തലത്തിൽ അതിനെക്കുറിച്ചുള്ള സ്ഥിരമായിട്ട് ചിന്തിക്കുക, അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല, ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത 2ാമത്തെ നിയമത്തിൽ ഞാൻ പറയാം. അതിന് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, DHS ഉണ്ടാകുന്നു, എന്നിട്ട് അത് പരിഹരിക്കാനായിട്ടാണ് പ്രകൃതി തയ്യാറാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് എല്ലാം വരുന്നത്. ഈ ബയോളജി മനസ്സിലാക്കാതെയാണ് മെഡിക്കേഷൻ വരുന്നത്. കാരണം ഇന്നലെ ഉറങ്ങിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഉറക്ക ഗുളിക കൊടുത്തിരിക്കും. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയം വരുന്നു, നിങ്ങളുടെ
ഭയം കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അങ്ങനെ പോകുന്ന എല്ലാ ലക്ഷണങ്ങൾക്കും വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാക്കാൻ കഴിയുന്ന ഫാർമ ഡ്രഗ്സ് ഉള്ളിടത്തോളം കാലം അതിനെല്ലാം സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ത്രിമാനം ആയിട്ടുള്ള ഈ അഫെക്ഷൻസ് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡ്രഗ്സ് കൊടുക്കുന്നത്. പക്ഷേ ബയോളജി നോസ് ഹൗ ടു ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ. പിന്നീട് വരുന്നതെല്ലാം അതിനെ അതിജീവിക്കാനും അതിനെ പരിഹരിക്കപ്പെടാനും വേണ്ടിയിട്ടുള്ള സംഗതികളാണ് നടക്കുന്നത്. അപ്പോൾ ഈ മാനസിക രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രെയിൻ റിലേ, അല്ലെങ്കിൽ ബ്രെയിനിന് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അത് ഭാഗം തന്നെ നമ്മുടെ മനസ്സിലെ പ്രത്യേക കോൺഫ്ലിക്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇറ്റ്സ് എ ട്രയാഡ്, അല്ലെങ്കിൽ ഒരു ത്രിമാനമായിട്ടുള്ള അഫെക്ഷൻസ് ആണ്. അതിൻ്റെ അകത്ത് ബ്രെയിൻ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൈക്കി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന, സ്വിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന ഏരിയയിലും ശരീരത്തിൻ്റെയും ഇടയ്ക്കുള്ള മീഡിയേറ്റർ ആയിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു പക്ഷേ ഞാൻ സാധാരണ പേഷ്യൻസിനോടൊക്കെ പറയുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കമ്പ്യൂട്ടറിലുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോഡി. ഇതിനൊരു CPU ഉണ്ട്, പ്രോസസ്സർ, അതാണ് നമ്മുടെ ബ്രെയിൻ. പക്ഷെ ഇതിലേക്ക് പവർ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന സംഗതികൾ നടക്കത്തുള്ളൂ. പവറാണ് സൈക്കിയുടെ ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 3 സുപ്രധാനമായ കോമ്പോണൻസ്, ഘടകങ്ങളെയും ബാധിക്കുന്നതാണ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് വെറും ശരീരത്തിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജി മാത്രമായിട്ടോ അല്ലെങ്കിൽ സൈക്കി അഫെക്ഷൻ മാത്രമായിട്ടോ ബ്രെയിൻ അഫെക്ഷൻ മാത്രമായിട്ടോ കാണുന്നതാണ് ഇന്നത്തെ ചികിത്സാ രീതിയുടെ ഒരു പ്രധാനമായ ദോഷം. രണ്ടാമത്തെ ജൈവിക നിയമം ഇങ്ങനെയാണ്: എല്ലാ രോഗാവസ്ഥകൾക്കും 2 സുപ്രധാനമായ ഘട്ടങ്ങളുണ്ട്, ഫേസസ് എന്നാണ് പറയുന്നത്, ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഘട്ടത്തിനെ നമ്മൾ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്നാണ് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ്, അതായത് പരിഹരിക്കപ്പെടുന്നത് വരെ ഒരു വ്യക്തി ആ സംഘർഷമുണ്ടായതിനു ശേഷം കടന്നു പോകുന്ന വിവിധങ്ങളായ ഘട്ടങ്ങളെയാണ് നമ്മൾ ആ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള മാനസികമായ വ്യഥ, അതിനെ നമ്മൾ ഉത്കണ്ഠ എന്ന് വിളിക്കാം. ചിലർ പാനിക് സ്റ്റേജിലേക്കാവാം, ചിലർ ആങ്ഷ്യസ് ആവാം, ചിലർ ഫിയർഫുൾ ആവാം. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വൈവിധ്യം തീർച്ചയായിട്ടും പ്രകടനത്തിലെല്ലാം ഉണ്ടാകും. അതുമായിട്ട് സാധാരണഗതി രോഗികൾ ഡോക്ടർമാരുടെ അടുത്ത് വരാറില്ല. ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത് അതിൻ്റെ ഹീലിംഗ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. അതായത് അതിനൊരു ഹീലിംഗ് ഉണ്ട്. എപ്പോഴ് അത് റിസോൾവ് ചെയ്യുമ്പോൾ, കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മളതിനെ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം ഞാൻ വീണ്ടും പറയുന്നത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആണ്. ദാറ്റ് മീൻസ് ദിസ് കോൺഫ്ലിക്റ്റ് ഈസ് ആക്റ്റീവ് ഇൻ ദാറ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഭയം, ഉത്കണ്ഠ, വളരെ ഇമ്പോർട്ടൻ്റ്, ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഉറക്കമില്ലായ്മ. ഇപ്പോൾ ലോസ് ഓഫ് സ്ലീപ്പ് ഒരു ടിപ്പിക്കൽ explanation ആണ് that individual is under some stress, some conflict. അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രകൃതി ഒരുക്കുന്ന ഒരു സന്ദർഭമാണ് ഉറക്കമില്ലായ്മ. നീ കിടന്നുറങ്ങണ്ട, നിന്റെ പ്രശ്നം പരിഹരിക്കൂ എന്ന് ഈ പ്രകൃതി നമ്മളോട് പറയുകയാണ്. യു ഹാവ് ഗോട്ട് സംതിങ് ടു ബി ടാക്കിൾഡ്, സെറ്റിൽഡ്. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഉറങ്ങാതെ കിടത്തുന്നത്. പിന്നെ ഒരു ഒബ്സഷൻ പോലെയുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം മനസ്സിൽ നിന്ന് പോകുന്നില്ല, വീണ്ടും 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 അത് പൊങ്ങി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. വിശപ്പുണ്ടാകത്തില്ല, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാകത്തില്ല, there will be cold hands, പെരിഫറൽ വാസോ ഡയലറ്റേഷൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്. കാരണം ഈ സ്റ്റേജിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് ആക്റ്റീവ് ആകുന്നത്. ഇനി റിസൊല്യൂഷൻ വരുന്നതോടുകൂടി സിമ്പത്തറ്റിക് ആക്ടിവിറ്റി തൽക്കാലം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. നമ്മൾ വെൽക്കം ചെയ്യേണ്ട സിംറ്റംസ് കൂടുതലുള്ള ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് പോസിറ്റീവ് ആണെന്ന് ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞത്. ഏത് ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നു ആണ്. എൻ്റെ ആദ്യകാലത്തൊക്കെ ഒരു രോഗി വന്നോട് പറയുകയാണ്, ഭയങ്കര ക്ഷീണമാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് ക്ഷീണം മാറാനുള്ള ഹോമിയോപ്പതി മരുന്ന് കുറിച്ചു കൊടുക്കും. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ക്ഷീണം എന്ന് പറയുന്നത് വെൽക്കം ചെയ്യാവുന്ന ഒരു ലക്ഷണമാണ്. ഒരാൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ യു ഹാവ് ഓൾറെഡി റിസോൾവ്ഡ് സം കോൺഫ്ലിക്ട്സ് ദാറ്റ് വർ വെരി ആക്റ്റീവ്. പലപ്പോഴും ഈ വിഷാദം എന്ന് പറയുന്ന, അതായത് ലക്ഷണങ്ങൾ വരുന്നത് മിക്കവാറും ഈ ഹീലിംഗ് ഫേസിലാണ്. ആ സമയത്ത് നമുക്ക് ചിലപ്പം ക്ഷീണം അനുഭവപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മൾ
ബെഡ്രിഡനായിട്ട് കിടക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ തോന്നുന്ന അവസരത്തിൽ പക്ഷെ നമുക്ക് ഇല്ലാത്ത ഒരു മാനസികമായ ശാന്തി നമ്മൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലാണ്, അതായത് ഹീലിംഗ് സ്റ്റേജിലാണ്, ഫിസിക്കൽ ഡിസീസ് ആണെങ്കിലും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസീസ് ആണെങ്കിലും നമ്മൾ സൈക്യാട്രി പോയിട്ട് അതിന് മെഡിസിൻ കഴിക്കും. ഭയങ്കര ലക്ഷണം അത് ചിലപ്പം ഈ ഡിപ്രഷൻ സ്റ്റേജിലും മേനിയാക്കൽ സ്റ്റേജിലും ഒക്കെ അത് ചിലപ്പോൾ ഹീലിംഗ് ആയിരിക്കും. അഗ്രസീവ് കോൺസ്റ്റലേഷൻ, ഞാൻ കോൺസ്റ്റലേഷനെ കുറിച്ച് വേണ്ടിയിട്ട് പറയാം. ഒരു അഗ്രഷൻ, ഒരാൾ ദേഷ്യം പിടിക്കുന്നു, തെറി പറയുന്നു, പൊട്ടിത്തെറിക്കുന്നു, ചീത്ത പറയുന്നു, ദാറ്റ് ഗീവ്സ് സം മീനിങ്. എന്തുകൊണ്ടാണെന്നുള്ള മീനിങ് ആണ് നമ്മളോട് പറയുന്നത്. ആ മീനിങ് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും ദി പേഷ്യൻ്റ് ഈസ് ഹീലിംഗ്. ബട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദാറ്റ് പേഷ്യൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളെന്താ ചെയ്യുക? പൊട്ടിത്തെറിക്കുന്ന ആളെ സെഡേഷൻ ചെയ്യാനായിട്ടും ശക്തമായ മരുന്നുകൾ കൊടുത്തിട്ട് അതിനെ ഇല്ലാതാക്കാനായിട്ടുമാണ്. ഇതാണ് രോഗം എന്നുള്ള നിലയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. മൂന്നാമത്തെ നിയമം അത് ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ട്യൂമേഴ്സ് എന്നാണ് പറഞ്ഞത്. അവിടെയും ഓണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ഡിസീസസ് എന്ന് വേണേൽ നമുക്ക് പറയാം. അതായത് മാനസിക രോഗങ്ങൾ മിക്കവാറും സെർബ്രൽ കോർട്ടെക്സ് ആയിട്ട് ബന്ധം. സെർബ്രസിനെ നമുക്കറിയാം, സെർബ്രൽ മെഡുല ഉണ്ട്, സെർബ്രൽ കോർട്ടെക്സ് ഉണ്ട്. സെർബ്രം ഈസ് ദി ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. അതിൻ്റെ തന്നെ 2 പാളികളാണ് പുറമേ ഉള്ളത്, ഉള്ളിലുള്ളത്. ഇപ്പൊ സെർബ്രൽ കോർട്ടെക്സ് ആയിട്ടാണ് മിക്കവാറും മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്ന ഏരിയയിലോ അല്ലെങ്കിൽ സെറിബെല്ലം എന്ന് പറയുന്ന ഏരിയയിലോ ഒന്നും മാനസിക രോഗത്തിന് കാരണമാകുന്നില്ല എന്ന് വരുന്നില്ല. പക്ഷെ കൂടുതൽ കേസുകൾ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ മിക്കവാറും ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഒരു വേർപാട്, ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഈ സെർബ്രൽ കോർട്ടെക്സ്, പ്രത്യേകിച്ചും സെൻസറി കോർട്ടെക്സ് പോലെയുള്ള സ്ഥലത്ത് നമ്മൾ സ്കിൻ മുതലായ അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് സെർബ്രൽ കോർട്ടെക്സിലാണ്, സെൻസറി കോർട്ടെക്സിലാണ്. ഭയമുണ്ടാകുന്ന പലപ്പോഴും നമ്മൾ സ്റ്റക്ക് ഫീലിംഗ്, മോട്ടോർ കോൺഫ്ലിക്റ്റ്, അതും വീണ്ടും മോട്ടോർ കോർട്ടെക്സിലുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ ഒരു സെർബ്രൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിലാണ് ഈ പറയുന്ന ഐഡന്റിറ്റി വരുന്നത്. ഒത്തിരി ഇത് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺഫ്ലിക്റ്റ് ഇൻ ദിസ് ഏരിയ ഈസ് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അതിർത്തി സംബന്ധമായിട്ടുള്ള അങ്ങനെ നമ്മുടെ ഒരു ഡൊമെയിൻ ഏരിയ ഒക്കെ നിർണ്ണയിക്കുന്നത്. ഒരുപക്ഷെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കൊക്കെ സംശയവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു നിയമമാണ് 4th ബയോളജിക്കൽ ലോ. അത് സൂക്ഷ്മജീവികളെ കുറിച്ചുള്ളതാണ്. മൈക്രോബ്സ് എന്ന് പറയുന്ന അണുജീവികൾ ഇത് രോഗമുണ്ടാക്കത്തില്ല എന്ന് വളരെ സ്പഷ്ടമായി അസന്നിഗ്ധമായ രീതിയിൽ ഡോക്ടർ ഹാമർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മൈക്രോബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 ഫേസിൽ, ഹീലിംഗ് ഫേസിൽ മാത്രം കൂടുതലായിട്ട് കാണുന്ന ജീവികളാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളതാണ്. അല്ലാതെ നമ്മളെ പഠിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ പറന്ന് നടന്നിട്ട് ചിലരെ കയറി പിടിക്കുന്നു, എന്തുകൊണ്ട് പിടിക്കുന്നു, എപ്പോൾ പിടിക്കുന്നു, അതിനൊക്കെ വിശദീകരണങ്ങളുണ്ട്. അങ്ങനെയല്ല. ഒരു അണുവും വേറൊരാളിൽ രോഗം ഉണ്ടാക്കത്തില്ല, ഉണ്ടാക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അങ്ങനെ രോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവയെ പോലും ദൈവം അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മാനസികാരോഗ്യത്തിലേക്ക് വരുമ്പോൾ ചില പഠനങ്ങളെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇപ്പം നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ന ന്യൂറോടോക്സിൻ കൂടുതലാണ്, അല്ലെങ്കിൽ ഇന്ന കെമിക്കൽ ബ്ലഡിൽ കൂടുതലായി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിംറ്റം ഉണ്ടായത് എന്നാണ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ നിശബ്ദരാകും. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യത്തിനൊന്നും ഇവിടെ സാങ്കത്യമില്ല. അതുകൊണ്ട് ചില കെമിക്കൽ കോമ്പോണൻസ്, കോമ്പോസിഷൻ ഓഫ് ദി ബ്ലഡ് ചേഞ്ചസ് വെൻ ദി പേഷ്യൻ്റ് ഈസ് മാനിഫെസ്റ്റിംഗ് ദിസ് ഡിസീസ് എന്നാണ് നമ്മളോട് പറയുന്നത്. ഇതൊട്ടുമേ ശരിയല്ല. കാരണം whatever changes, if at all happening in the blood, it is secondary to the changes happening in the psyche, അല്ലെ ബ്രെയിനിലുണ്ടാകുന്നതിൻ്റെ. അതുകൊണ്ട് തന്നെ മാനസിക രോഗങ്ങളൊന്നും സാംക്രമികമല്ല, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നതല്ല. ഒരാൾ രോഗിയായാൽ വേറൊരാൾക്ക് മാനസിക രോഗം പകർച്ചവ്യാധി രോഗമേ അല്ല. ഇതിൻ്റെ 5ാമത്തെ നിയമം 5th ബയോളജിക്കൽ ലോസ് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതായത് ഇതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 5 നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് എല്ലാ ലക്ഷണങ്ങൾക്കും പിന്നിൽ ജീവശാസ്ത്രപരമായ ഒരു അർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മാനസിക രോഗ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു പിഴവല്ല, ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്. നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രകൃതി നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ആര് വേണമെങ്കിലും മാനസിക രോഗിയാകും. അതിന് നമ്മൾ ട്രഡീഷനുമായിട്ട് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ആയിട്ട്
ഫാമിലി ട്രീയുമായിട്ട് യാതൊരു ബന്ധപ്പെടുത്തേണ്ട. അച്ഛന് മാനസിക രോഗം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ. നമ്മുടെ ഹോമിയോപ്പതിയിലേക്ക് വരുമ്പോൾ മയാസത്തിനൊക്കെ അർത്ഥമുണ്ട്. ചില കോൺഫ്ലിക്റ്റുകൾ വയറിൽ കിടക്കുന്ന കുഞ്ഞ് എംബ്രിയോയിൽ അല്ലെ ഫീറ്റസിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാം. ബിക്കോസ് മദർ ഈസ് സഫറിങ് ദ കോൺഫ്ലിക്ട് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. അതും ഡോക്ടർ ഹാമർ മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ഷെയർഡ്. അപ്പോൾ അമ്മ സഹിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഈ കുഞ്ഞിൽ ഉണ്ടാകും. അത് ചിലപ്പോൾ തലമുറകളിലൂടെ അതേ ആ കുഞ്ഞ് വീണ്ടും ഗർഭം ധരിക്കുമ്പോൾ അടുത്ത തലമുറയിലേക്കൊക്കെ പോകാം. അങ്ങനെയാണ് ചില ഇഫ് അറ്റ് ഓൾ സംതിങ് ഹാപ്പൻസ് ഇൻ എ ട്രഡീഷനോ അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ട് വല്ല സിംറ്റംസും ഉണ്ടെങ്കിൽ വരുന്നത്. അപ്പോൾ എല്ലാ രോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായി കിടക്കുന്നത് കോൺഫ്ലിക്ട്സ് ആണെന്നാണ് ഡോക്ടർ ഹാമർ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഈ സിങ്ക്രോണിസിറ്റിയെ കുറിച്ച് അല്പം കൂടെ പറയാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വമാണ്, സിദ്ധാന്തമാണ് മനസ്സും മസ്തിഷ്കവും അല്ലെങ്കിൽ ശരീരം, ബോഡി, അതായത് ബ്രെയിൻ അല്ല സൈക്കി, ബ്രെയിൻ ആൻഡ് ബോഡി, ഇത് ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി സിങ്ക്രണസ്ലി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ മാനസിക രോഗത്തിൻ്റെ ഏരിയയിലും മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും വളരെയധികം സത്യമായ കാര്യമാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? കാരണം ഓരോ കോൺഫ്ലിക്റ്റും വരുമ്പോഴും തലച്ചോറിലുണ്ടാകുന്ന CT സ്കാൻ, ബ്രെയിൻ CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എലിസിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കാൻ കഴിയുന്ന അറിവുകളാണ് ഡോക്ടർ ഹാമർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഈ രോഗലക്ഷണങ്ങളെ അടിച്ചമർത്തി ഇതാണ് ചികിത്സ അല്ലെങ്കിൽ ഇതേ പരിഹാരമുള്ളൂ, അത് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അത് എത്ര വർഷമെന്നില്ല, ആ ലക്ഷണങ്ങൾ പൊങ്ങി വന്നാൽ ഉടനെ അടിച്ചമർത്തുക, ഇതാണ് ഇന്ന് നടപ്പിലാകുന്ന ശാസ്ത്രത്തിൻ്റെ അല്ലെ ശാസ്ത്രീയമായ സമീപനം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻ എന്നാണ് ഡോക്ടർ ഹാമർ മാനസിക ആരോഗ്യ രംഗത്തുള്ള എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം ഒരുമിച്ച് പരിഗണിച്ച് അത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സൈക്കോസിസ് അല്ലെ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന വളരെ വയലന്റ് ആകുന്നതും അഗ്രസീവ് ആകുന്ന ഒത്തിരി ലക്ഷണങ്ങൾ, നമുക്ക് വളരെ പരിചയമുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന മാനസിക അനാരോഗ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അവിടെ ഒരു ബിഹേവിയറൽ പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ചിലർക്ക് ബൈപ്പോളർ അല്ലെങ്കിൽ ചിലപ്പം സൈലന്റ് ആയിരിക്കും, വേറൊരു മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവും, ചിലർക്ക് ഒബ്സഷൻസ്, OCD എന്നൊക്കെ പറയുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പല പേരുകളും കൊടുത്തിട്ട് ഓരോ പേരിനും ഒരു പരിഹാരമില്ലാത്ത രീതിയിൽ അവരെ സ്റ്റാമ്പ് ചെയ്ത് അവരുടെ ഹ്യൂമൻ അല്ലെങ്കിൽ എബിലിറ്റീസ് എല്ലാം സപ്രസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഈ വാക്കിന് സ്കിസോഫ്രേനിയ എന്ന് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആ ഒരു ഡയഗ്നോസിസുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ചാപ്റ്ററിലാണ് അദ്ദേഹം, അതായത് 3ആയിട്ടാണ് ഡോക്ടർ ഹാമർ ഇതിനെ തിരികെ, ഒന്ന് 5 ബയോളജിക്കൽ ലോസ്, രണ്ടാമത്തേത് സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാംസ് എന്ന്, എല്ലാ രോഗങ്ങളുടെ എല്ലാ ശാരീരിക അവയവങ്ങളിലുള്ള രോഗങ്ങളെല്ലാം SBS എന്നാണ് പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ. മൂന്നാമത്തേതാണ് സ്കിസോഫ്രേനിക് കോൺസ്റ്റലേഷൻസ്. അപ്പോൾ അത് സ്കിസോഫ്രേനിയ എന്ന് അറിയപ്പെടുന്ന രോഗവുമായിട്ട് ബന്ധമില്ല. അതിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞത് മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്ന സൈക്കോട്ടിക് ഡിസീസ് അതിൻ്റെ അകത്ത് വരും, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വരും. അതായത് ബിഹേവിയറൽ ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള എല്ലാം, ഒരാൾ ഹോമോ സെക്ഷൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഒരാൾ കാസനോവ കോൺസ്റ്റലേഷൻ എന്നാണ് പറയുന്നത്, അതായത് മാൻ ഈസ് ടു മച്ച് സെക്ഷലി ഓറിയൻറ്റഡ്, അത് നിംഫോമേനിയ ഫീമെയിൽസിന്, അങ്ങനെ തുടങ്ങി ധാരാളം കോൺസ്റ്റലേഷൻസ് വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കാനായിട്ട് ഈ സൈക്കോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം വിശദീകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം നമ്മുടെ വ്യക്തിത്വം, അയാളുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പെരുമാറ്റം പറയുകയാണ്, ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നാൽ നമ്മുടെ എല്ലാ മേഖലകളിലും, മനുഷ്യജീവന്റെ എല്ലാ മേഖലകളിലും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വിളിച്ചത്. ഇതൊരു റെവല്യൂഷണറി നോളജാണ്. എല്ലാ മേഖലയും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേരന്റിങ് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഏരിയ കൗൺസിലിംഗ്, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആകും. ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന കാര്യമായിരിക്കത്തില്ല ഇത് പഠിച്ചാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആ രോഗം എന്ന് അറിയപ്പെടുന്ന അവസ്ഥയിൽ റൂട്ട് കോസിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഒരാളുടെ ബിഹേവിയർ, സോ കോൾഡ് ഡിസോർഡേഴ്സ് എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ടാണ് ദിസ് ബോയ് ബിഹേവ്സ് ലൈക്ക് ദിസ്,
എന്ന് ബോയ് ഓർ ഗേൾ ബിഹേവ്സ് ലൈക്ക് ദിസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ഈസ് പിന്നെ ഈ ഡെവലപ്മെന്റിൽ വന്നിരിക്കുന്ന ഒരാൾ ഹോമോസെക്ഷൽ ഓറിയന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരു ടു മച്ച് ഫാസ്റ്റീഡിയസ്, ഭയങ്കര വൃത്തിയുടെ ആള്, ഇതൊരു ഒബ്സഷൻ പോലെ കൊണ്ടു നടക്കുന്ന ആള്, അല്ലെങ്കിൽ എല്ലാം പോസ്റ്റ്പോൺ ചെയ്യുന്ന ആള്, വളരെ ക്ലെൻലിനെസ്, പങ്ക്ച്വാലിറ്റി, ഇത് ആ ബിഹേവിയർ എന്തുകൊണ്ടാണ്? അത് രോഗമല്ല, അതൊരാളുടെ പെക്യൂലിയാരിറ്റിയാണ്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാവും. ഒരാളെല്ലാം പോസ്റ്റ്പോൺ ചെയ്യുക, പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുക, എല്ലാം നീട്ടി വെക്കുക. ഒരാള് മെസ്സി ആയിട്ട് അയാളുടെ റൂം കെയർലെസ്, വൃത്തിയില്ല, കഴുകില്ല, വൃത്തിയില്ല, അടുക്കില്ല, ഇതെല്ലാം വിശദീകരിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രം കൊണ്ട് ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ റീഡിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ഗോ ടു ദോസ്, അത് കോപ്പി ചെയ്യാം. ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഞാൻ ഒരു ദിവസം കൊണ്ട് പഠിക്കാനുള്ളതല്ല. ഞാൻ ടു ബി ഫ്രാങ്ക് 2013 മുതൽ എൻ്റെ മെയിൻ ഏരിയ ഓഫ് സ്റ്റഡി ഇത് മാത്രമാണ്. വളരെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഞങ്ങൾ GHK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്നുള്ള ഒരു വിഭാഗം കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ GHK ബേസ്ഡ് ഹോമിയോപ്പതിയെ കുറിച്ച്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത സമയത്ത് സമയമുണ്ടെങ്കിൽ, നമുക്കൊരു സമയമുണ്ടോ നിർത്താനായിട്ട്? ഫാസ്റ്റായിട്ട് പോകണോ സർ? ഒരു 6 നിർത്തുന്ന രീതിയിൽ. എത്രയാ? 50 മിനിറ്റ്സ്? 6 മണി. ഓക്കെ. അപ്പൊ കുറച്ച് സ്പീഡിൽ പോകാം, പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നു, ഒരാൾ ദേഷ്യം പിടിക്കുന്നു, ഒരാൾ ഡള്ള, ഇതൊക്കെ നമുക്ക് പെരുമാറ്റങ്ങൾ എന്ന് പറഞ്ഞ ഇവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണെന്ന് പറയാതെ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സൈക്കോളജിക്കൽ റീസൺ, അല്ലെങ്കിൽ എന്താ പറയുക, ബയോളജിക്കൽ റീസൺ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അത് പ്യുവർലി സൈക്കോളജിക്കലേ അല്ല, അത് ജനറ്റിക്. ചിലർ പറയാം അത് ജന്മന അങ്ങനെയാണ്, ജനറ്റിക് ഡിറ്റർമിൻഡ് ആണ്, അങ്ങനെയും ഇല്ല. അപ്പോൾ പല ബിഹേവിയേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അയാളെ സ്റ്റാമ്പ് കുത്തും, OCD ആണ്, അല്ലെങ്കിൽ ADHD ആണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ കമ്പൾസീവ് ബിഹേവിയർ ആണ്, ഫോബിയ ആണെന്നൊക്കെ നമ്മൾ സ്റ്റാമ്പ് കൂട്ടും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കോൺഫ്ലിക്റ്റ് അഡാപ്റ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് അർത്ഥം വരുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ മൂഡ് ഡിസോർഡേഴ്സ് എന്നറിയപ്പെടുന്ന മൂഡ് ചേഞ്ചസ് വരും. ഒരാൾ കുറച്ച് സമയം ഡിപ്രഷൻ ആയിരിക്കും, ഒരാൾ പിന്നെ കുറച്ച് മേനിയാക്കലാകും. അപ്പോൾ ഇതെല്ലാം ഒരു ഹീലിംഗ് ഫേസ് ആണ്. ഹീലിംഗ് ഓഫ് വാട്ട്? എ കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് affecting the brain, therefore there will be some chemical changes happening in the body, but they are not the primary thing or first happening thing is in the psyche. ഇതിനെ എല്ലാം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ശാസ്ത്രം പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. ഇന്നത്തെ 1 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നീണ്ട ഈ ക്ലാസ്സിലൂടെ നിങ്ങളെല്ലാം മനസ്സിലാക്കുമെന്നോ അല്ലെ ഞാനിതെല്ലാം മനസ്സിലാക്കിയെന്നോ അല്ല പറയുന്നത്. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാനായിട്ട് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെടുത്തുമെങ്കിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ബൈപ്പോളർ എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് പറയുന്നത് മേനിയാക്കൽ അല്ലെങ്കിൽ ഡിപ്രസീവ് ഓൾട്ടറിക് സ്റ്റേറ്റ്സ് ആണ്. ഇതൊരു കെമിക്കൽ ഇംബാലൻസ് കൊണ്ടല്ല എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളോടൊക്കെ പറയുന്നത്. കാരണം നിങ്ങളുടെയൊക്കെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജിലേക്ക് there will come to a stage where they needs a treatment, because നമ്മൾ കൗൺസിലിംഗ് കൊണ്ട് സപ്പോസ് എ പേഴ്സൺ ഈസ് അഗ്രസീവ്, അവിടെ കൗൺസിലിംഗ് അവിടെ ഏശത്തില്ല. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഹോമിയോപ്പതി മെഡിസിൻ മേ ബി റിക്വയർഡ്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡള്ളായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഇത് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലിംഗ് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും, നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് അയാളുടെ മാനസികാവസ്ഥ സ്റ്റേബിൾ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴെന്താ ചെയ്യുക? യു വിൽ നീഡ് മെഡിക്കേഷൻ, ആൻഡ് ദാറ്റ് മെഡിക്കേഷൻ ഈസ് നെവർ അലോപ്പതിക് മെഡിക്കേഷൻ. ആൻഡ് ഡിവൈൻ മെഡിസിൻ ആയിട്ടൊരു ഹോമിയോപ്പതി ഉണ്ട്. ദാറ്റ് ഹോമിയോപ്പതി ഈസ് ദി ബെസ്റ്റ് തിങ്. നമ്മളതിനെ GHK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്നാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. അപ്പോൾ ആങ്സൈറ്റി, പാനിക്, ഫിയർ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം റീസൺ ഈസ് ഇൻ ദി സൈക്കി. അത് നമ്മൾ ശരിക്കും വ്യക്തമായും കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു മാനേജ് ഓൾ കേസസ്. കാരണം എല്ലാം വയലൻ്റായി മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ വരുമ്പോഴല്ലല്ലോ നിങ്ങളുടെ നിയർ ആൻഡ് നിയർ വൺസ്, അല്ലെങ്കിൽ സംബഡി ഷുഡ് ബി മെയ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് പേഷ്യൻസ് ഷുഡ് ബി ബ്രോട്ട് ടു ദിസ് GHK പ്ലാറ്റ്ഫോം for the earliest treatment. It's not treatment, it's just making the party. ചിലപ്പോൾ പേഷ്യൻ്റ് ഹിംസെൽഫ്, പേഷ്യൻ്റ് എന്ന് വിളിക്കാനേ GHKയിൽ ഇല്ല, ആ വ്യക്തി ഇൻഡിവിജ്വൽ വിത്ത് യുവർ ക്ലയൻറ്റ്, സോ കോൾഡ് കൗൺസിലേഷൻ സംബന്ധിച്ച ക്ലയൻസ് ആണ്. ഈ ക്ലയൻസിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കിക്കാൻ പറ്റുന്ന ഒരു തലത്തിൽ നിന്നത് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയാം, അവരത് സ്വാഗതം ചെയ്യും. ഓൾ ഓൺ എ സഡൻ അല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഡോക്ടറുടെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഞാൻ എന്നാലാവുന്ന പോലെ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു.
എൻ്റെ മനസ്സിൽ വൈരാഗ്യമുള്ളവരോട് പൊറുക്കാൻ ഞാൻ ക്ഷമിച്ചു. എൻ്റെ സ്വത്ത് പോയി, മകൻ പോയി, അല്ലെങ്കിൽ എന്നെ അവഹേളിച്ചു, സൊസൈറ്റിയിൽ കളിയാക്കി, എനിക്ക് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ MLA സ്ഥാനം പോയി, അല്ലെങ്കിൽ എനിക്കൊരു ഒരു മത്സരിക്കാനായിട്ട് പോസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചു, അത് പോയി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു. ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഗ്രാജുവലി വി ക്യാൻ ബ്രിങ് ബാക്ക് ദാറ്റ് പേഷ്യൻറ്റ് ടു ദി റിയാലിറ്റീസ് ഓഫ് ലൈഫ്. മരണം എന്ന് പറയുന്നത് ബാധിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. മരണം ഒരു റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം, നമ്മുടേതായ കൗൺസിലിങ്ങിനെ സഹായിക്കുകയും ചെയ്യണം. അപ്പോൾ ഒത്തിരി കോൺസ്റ്റലേഷൻസ് ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതെല്ലാം വായിക്കാനായിട്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് നിങ്ങൾ എല്ലാവരും കോപ്പി ചെയ്ത് വെക്കുക, അതിൻ്റെ അത് നിങ്ങൾ വായിക്കുക. അവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നു, ദിസ് ഈസ് ഹൗ ദി ഹ്യൂമാനിറ്റി ഹാസ് ഇവോൾവ്ഡ് ടു ദി പ്രസന്റ് സ്റ്റേജ് ആൻഡ് ഇറ്റ് ഹാസ് ടു ഇവോൾവ് ഇൻ ടു ദാറ്റ് സ്റ്റേജ്. അതായത് ഓരോ കോൺസ്റ്റലേഷനും ഇതൊക്കെയാണ് നമ്മുടെ ഇൻഹറന്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യുന്ന പ്രോഗ്രാംസ്. കാരണം ദൈവം എന്ന് പറയുന്ന, അല്ലെ പ്രകൃതി എന്ന് പറയുന്നത് ദെൻ ആൻഡ് ദെയർ ഓരോ വ്യക്തിയിലും വന്ന് പ്രവർത്തിച്ചിട്ടല്ല ഇന്ന് അയാളെ ഡിപ്രഷൻ ആക്കുന്നു, ഇന്ന് അയാളെ ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ മേനിയാക്കലാക്കുന്നു. ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹൗ എ പേഴ്സൺ വിൽ. അപ്പൊ ഇങ്ങനെയുള്ളതിന് ധാരാളം പേരുകൾ വിളിച്ചു. ഫ്ലൈയിങ് കോൺസ്റ്റലേഷൻ, അതായത് സ്വപ്നലോകത്തൂടെ പറന്ന് നടക്കുന്ന ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അല്ലെങ്കിൽ മിത്തോ കോൺസ്റ്റലേഷൻസ് എന്ന് പറയും, അതായത് ധാരാളം ബുക്കുകൾ എഴുതുന്ന, വളരെയധികം ചിന്തിക്കുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയും ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ജീവിതം കടന്നു പോകുമ്പോൾ ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്ന വലിയ എഴുത്തുകൾ ഒക്കെ, ഇതെല്ലാം ഈ മിത്തോ കോൺസ്റ്റലേഷൻകാരാണ്. ഓട്ടിസ്റ്റിക് കോൺസ്റ്റലേഷൻസ്, അതായത് അവർ സോഷ്യൽ ആക്ടിവിറ്റീസ് വിഡ്രോൺ ചെയ്തിട്ട് ഒരു സോഷ്യൽ വിഡ്രോവൽ ആയിട്ട് നടത്തിയിട്ട് അവരുടേതായ ലോകത്തിരുന്ന് ഇവരൊന്നും എഴുതി തള്ളി രോഗി എന്ന് വിളിച്ച ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അവരെയെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയേണ്ടതല്ല. നമ്മൾ അവരെ വ്യക്തമായി മനസ്സിലാക്കും. കുഞ്ഞുകുട്ടിയായാലും വലിയ ആളായാലും, വലിയ ആൾക്കാർക്ക് ഓട്ടിസ്റ്റിക് ആകാം. അപ്പം അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം മനുഷ്യന്റെ പരിണാമത്തിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത്. ഇതൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ ഈ വിലപ്പെട്ട അറിവുകൾ. അപ്പൊ ഈ കണ്ടെത്തലുകളെല്ലാം നമ്മുടെ നമ്മൾ ഉത്കൃഷ്ടമായ കലാസൃഷ്ടികളും വലിയ രചനകളും വലിയ ആർട്ടിസ്റ്റിക് സിനിമകളായാലും പുസ്തകങ്ങളായാലും ഒക്കെ എഴുതപ്പെടുന്നത് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ആരെയും നമുക്ക് അവഹേളിക്കാനോ അടിച്ചിരുത്താനോ യൂസ്ലെസ് ആയിട്ട് പറയാനൊന്നും പാടില്ല. എല്ലാവർക്കും അവരവരുടേതായ കോൺഫ്ലിക്ട്സ് ആർ ഹാങ്ങിങ്. അതുകൊണ്ട് ആ കോൺഫ്ലിക്ട്സ് ആണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച കാര്യമാണ്, ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന മുഴുവൻ രോഗികളെയും ഈ GHK ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ചികിത്സിക്കുന്നത്. കാരണം എൻ്റെ അടുത്തൊരു രോഗി ചുമ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു, ചുമയാണ്, എത്ര ദിവസമായി? 3-4 ദിവസം. ഞാൻ പറഞ്ഞു, അവള് തന്നെ എന്നോട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ 3 ദിവസമായി ചുമ തുടങ്ങി. എന്താ കാരണം? ഡോക്ടറെ, ഇന്നലെ ഞാൻ ഒരാളെ കണ്ടു, എൻ്റെ ചെറിയ റോഡാണ്, ഓട്ടോറിക്ഷ നിർത്തുന്ന വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരാൾ ഹെൽമെറ്റിൽ പോകുന്നു. അയാൾക്ക് എന്തിനാ എന്നെ തിരിഞ്ഞ് നോക്കി. അയാൾ കറുത്ത ഹെൽമെറ്റ് ആയിരുന്നു, അതുകൊണ്ട് ആളാരാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഇതാണ് സംഭവം. അപ്പൊ പേടിച്ചാൽ ചുമ വരുമെന്ന് എന്നെ ശ്രമിക്കുന്ന എത്ര പേർക്കറിയാം? ചുമയും പനിയും ഒക്കെ വരും. അപ്പൊ ഈ കുട്ടി കഴിഞ്ഞ ദിവസം അച്ഛൻ ശനിയാഴ്ച ഇന്നലെ ഇവിടെ കൊണ്ടുവന്നു, എന്നെ രാവിലെ കൊണ്ടുവന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് ചുമയാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത്? അപ്പൊ ഞാൻ ചോദിച്ചു, പേടിയാണ്. പേടിക്കാൻ പല കാരണങ്ങളും ട്രേസ് ചെയ്തു. അതായത് അവളുടെ അച്ഛൻ മരിച്ചു, അമ്മയുടെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അച്ഛനോട് അത്ര ഇഷ്ടമായിരുന്നോ? അത്ര ഇഷ്ടമൊന്നുമില്ല, ഇഷ്ടമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ ചോദിച്ചു, അവിടെ എന്തെങ്കിലും ചന്ദനത്തിരി കത്തിച്ചു, അല്ലെങ്കിൽ അച്ഛനെ ചിതയിലേക്ക് എടുക്കുന്നത് കണ്ട് പേടിച്ചു? അല്ല, അതൊന്നും അല്ല. അവൾ അവസാനം പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് പല പ്രാവശ്യവും മാനസികമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവൾക്കറിയാം. അവളൊരു ഹൈപ്പോതൈറോയിഡിസം കേസൊക്കെയാണ്, ഞാൻ ചികിത്സിച്ച് സുഖമാക്കിയതാണ്. അവളുടെ അനിയനെ ചികിത്സിക്കുന്നതാണ്. ഇപ്പൊ ഫാമിലി എൻ്റെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ എന്താണ് സംഭവം? അച്ഛൻ മരണപ്പെട്ടാൽ എൻ്റെ അമ്മയുടെ വെറും 11 വയസ്സുള്ള കുട്ടിയാണെന്ന് മനസ്സിലാവും. 11 വയസ്സ്. അമ്മയുടെ മാനസികാവസ്ഥ തകർന്നാൽ വീട്ടിലെ പ്രശ്നം. അച്ഛനല്ല അവളുടെ പ്രിയപ്പെട്ട ആരാണ്? അമ്മയാണ്. അമ്മയുടെ മാനസികാവസ്ഥ പോകും. കാരണം എന്താണ്? അമ്മ കരയുന്നത് കണ്ടു. അമ്മ ഇന്നലെ ഉറങ്ങിയില്ല, അച്ഛൻ്റെ മരണവാർത്ത കേട്ടിട്ട് ആ രാത്രി മുഴുവൻ അമ്മ ഉറങ്ങിയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളത്. അപ്പൊ എന്താണ്? അതിന് കണക്കായിട്ടുള്ള മരുന്നുകൾ, അതിന് കണക്കായിട്ടുള്ള റൂബ്രിക്സ്, നിയമങ്ങൾ, ലക്ഷണങ്ങൾ, ഇത് ഹോമിയോപ്പതി മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് പറയണമെന്ന് ഉദ്ദേശിച്ചല്ല, സമയം കടന്നു പോകുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്, അതുപോലെ ഓരോ രോഗി, ഇതിപ്പോൾ അക്യൂട്ട് ഡിസീസ് എന്ന് പറയും, ഏത് പഴകിയ രോഗമായാലും ആ രോഗത്തിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഈ GHKയുടെ ബേസിസിൽ പഠിച്ചതിന് ശേഷമാണ്
ഞാൻ ഇപ്പോൾ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിങ്ങനെ തന്നെ വേണമെന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നു. എല്ലാ മേഖലകളിലുള്ളതുപോലെ ഈ GSK എന്ന് പറയുന്ന ഹോമിയോപ്പതിയുടെ ഒരു വർഗ്ഗശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന കുറച്ച് പേർ, അതാണ് എളുപ്പം, കാരണം പഠിക്കണ്ടല്ലോ. അപ്പോൾ ഒരാളെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പഠിക്കാൻ പോകണ്ടല്ലോ, അങ്ങനെ ഉള്ളവരുണ്ട്. ഇത് മാനുഷികമാണ്, ഹ്യൂമൻ നേച്ചറാണ്, അതിലൊന്നും ഞാൻ പ്രയാസപ്പെടുന്നില്ല. പക്ഷെ എന്നെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഡോക്ടർ ഹാമറിനെ ഫോളോ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചികിത്സാരീതി GSK ബേസ്ഡ് ഹോമിയോപ്പതി ആണ്. അതിലൂടെ നമുക്ക് മാക്സിമം റിസൾട്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഭാവിയിലെ ആദർശ ചികിത്സ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് ഈ GSK ബേസ്ഡ് ഹോമിയോപ്പതി. ഇപ്പം ഞാൻ നിർത്തുകയാണ്, 5 മിനിറ്റ് മുമ്പ് നിർത്തിക്കൊള്ളാം. അപ്പോൾ മാനസികാരോഗ്യം, നമ്മളെപ്പോഴും പറയുന്നത് അവന് ഭ്രാന്താണ്. അപ്പം അങ്ങനെയില്ല. ഭ്രാന്ത് എന്ന് പറയുന്ന സംഗതി അല്ല മാനസിക രോഗം. മാനസിക രോഗത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് ഓരോ രോഗിയിലും. ആ കാരണം ഒരിക്കലും സിംഗിൾ കോൺഫ്ലിക്റ്റ് അല്ല, അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഒരേ സമയത്ത് 2 അതിൽ അധികമോ ആയിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ ഒരു വ്യക്തിയെ ബാധിക്കുമ്പോഴാണ് തലച്ചോറിന്റെ 2 ഭാഗത്തെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ബാധിക്കുമ്പോഴാണ് നമുക്ക് ഭ്രാന്ത് എന്ന് പറയുന്ന നമ്മുടെ ക്രേസി ആയ ബിഹേവിയർ ഉണ്ടാകുന്നത്. ഇത് ഡോക്ടർ ഹാമർ പറഞ്ഞത് മാത്രം. അതുകൊണ്ടാണ് അതിനെ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. മോർ ദാൻ 2, നമ്മൾ ആകാശത്തിലെ നക്ഷത്ര കൂട്ടങ്ങളെ പറയുന്ന കോൺസ്റ്റലേഷൻ, സ്റ്റാർ. അതുപോലെ തന്നെയാണ് നമ്മുടെ തലയ്ക്ക് പെരുപ്പ് വരുവാണ്, പല പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയും. അയാൾ മാനസിക രോഗിയാകും, അയാളെ അടിച്ചിരുത്തി. ഞാനെപ്പോഴും ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മളൊരു കമ്പ എന്ന് മലബാറിൽ പറയുന്നത് കമ്പവലി എന്നാണ്, ഇവിടെ വടംവലിക്ക് പറയുന്നത്, തെക്കോട്ടത് വടംവലിയാണ്. അപ്പോൾ വടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 8-10 വലിയ വലിയ വടങ്ങൾ ചേർന്നിട്ടാണ് ഒരു വലിയ വടം ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ ഒരു വടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 8-10 ചെറിയ ചെറിയ കയറുകൾ ഉണ്ടാവും. അതിലെ ഒരു കയറെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ഒത്തിരി ഫൈബേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ഫൈബേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആക്ച്വലി എന്താണ് ഈ രോഗിയുടെ ഇത്രയും വലിയ കമ്പ അല്ലെങ്കിൽ ഈ പറയുന്ന വടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു ജൈവശാസ്ത്രപരമായ ഈ വ്യക്തിയെ, അല്ലെങ്കിൽ ഈ പ്രകൃതി മാതാവിൻ്റെ എല്ലാ സൃഷ്ടജാലങ്ങളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രകൃതി നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന, നിക്ഷിപ്തമാക്കിയിരിക്കുന്ന, നിക്ഷേപിച്ചിരിക്കുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ വിലപ്പെട്ടിട്ടുള്ള അറിവുകളാണ്. ഈ അറിവാണ് ഡോക്ടർ ഹാമർ നമ്മളോട് പറഞ്ഞു തന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ പ്രകൃതിയുടെ ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള അറിവുകൾ നമുക്ക് തന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇതൊരു പഠന സെഷനായിട്ട് കണക്കാക്കരുത്, പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സംഘടനയിൽ ചേരാം, എല്ലാവരും ഓപ്പൺ ആണ്. ധാരാളം മലയാളത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളുണ്ട്, ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ പഠിച്ച എൻ്റെ ഗുരുനാഥയുടെ ഒരു വെബ്സൈറ്റാണ് ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത്, learninggnm.com. അത് നിങ്ങൾ എഴുതി വെക്കുക, learninggnm.com. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം തന്നെ നിങ്ങൾക്ക് www.learninggnm.com അതിൽ പോയാൽ കാരോലിൻ മക്കോൾ എന്ന് പറയുന്ന ഡോക്ടർ ഹാമറിന്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആയിട്ടുള്ള ജർമ്മൻകാരിയായിട്ടുള്ള ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന കാരോലിൻ എൻ്റെ ഗുരുനാഥയാണ്. ഞാൻ കാരോളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത്. അന്ന് എനിക്ക് ഡോക്ടർ ഹാമറിനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. കാരണം അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ജർമ്മനിയിലേക്ക് ISIS അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായ സമയത്താണ്. അല്ലെങ്കിൽ എനിക്ക് പോയി നേരിട്ട് എനിക്ക് ഡോക്ടർ ഹാമറിനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അപ്പോൾ ഈ രോഗാവസ്ഥ, ദി ഫിനോമിനൻ കോൾഡ് ഡിസീസ്, അതിനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ ഇന്നു മുതൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതോടുകൂടി നിങ്ങൾക്ക് രോഗത്തെക്കുറിച്ചുള്ള ഭയം നിങ്ങൾക്ക് ഇല്ലാതെയാകും. അങ്ങനെ ജർമ്മനിക് ഹീലിംഗ് നോളജ് എന്ന് പറയുന്ന അതിനൂതനമായിട്ടുള്ള, വിപ്ലവകരമായിട്ടുള്ള, പാരഡൈം ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഈ പുതിയ വൈദ്യശാസ്ത്ര വിജ്ഞാനത്തെ നിങ്ങൾ ബഹുമാനപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും, എല്ലാവരും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് കൗൺസിലേഴ്സാണ്, ടീച്ചേഴ്സാണ്, മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ്. ഇവിടെ ഒരിക്കലും മാനസിക രോഗത്തെ ശാരീരിക ആരോഗ്യത്തിൽ നിന്ന് വേർതിരിക്കുന്നില്ല. കാരണം ഇത് മൂന്നും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യം, സമകാലികമാണ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് ആണ്. അത് വേറെ വേറെ മാറ്റി വെക്കുമ്പോഴാണ് മുഴുവൻ പ്രശ്നം വരുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നാൽ സൈക്യാട്രിക് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്കൽ ഡിസീസിന് വേറെ ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്കൽ ഡിസീസിന് ധാരാളം. അങ്ങനെയല്ല, ഒരു വ്യക്തി അയാൾ ചുമയായിട്ട് ചെല്ലുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ചെന്നാലും പൾമണോളജിയിൽ പോയാലും
ഓർത്തോപീഡിയന്റെ അടുത്ത് നടുവേദനയായിട്ട് ചെല്ലുന്ന രോഗിയും എല്ലാവർക്കും മാനസികമായ സംഘർഷങ്ങൾ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ 3 എക്സെപ്ഷൻസ് പറഞ്ഞു, അത് ഒഴിവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെ, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിച്ചു തുടങ്ങുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ അച്ഛൻ അമ്മ, ഇങ്ങനെയുള്ളവരുടെ ആരോഗ്യം നിങ്ങൾ ഈ ഫ്രെയിം വർക്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതോട് സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങളുടെ ക്ലയൻസിൽ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അറിവ് ഈ മനുഷ്യകുലത്തിന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി, and to spread this knowledge to your fellow beings is the greatest service that you can do, you can offer in your lifetime. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിന് മനോഹർ ലാലിനും സാബു സാറിനും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തവർക്കും എന്നെ ശ്രവിച്ച ഞാൻ പരിചയപ്പെട്ട കല്ലുകൽ ജോൺ സാറിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി. താങ്ക് യു സർ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ മേഖല ഇന്ന് ആദ്യമായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിന് വളരെയധികം സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജലജ. ആർക്കുവേണമെങ്കിലും ചോദിക്കാം, എന്നാലാവുന്ന പോലെ ഉത്തരം പറയാം. ഡോക്ടർ വഗീസ് സാറ് പറഞ്ഞ ഈ റെഫറൻസ് ബുക്കുകൾ, പഠിക്കാൻ പറയുന്ന ബുക്കുകൾ, അതിൽ ലിസ്റ്റ് ഞങ്ങൾക്ക് ഇട്ട് തന്നാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. സാർ, ആദ്യം ഞാൻ ചെയ്ത കാര്യം അതാണ്. ഏറ്റവും ആദ്യത്തെ മെസ്സേജിലേക്ക് പോവുക. അവിടെ 2 വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട്. ആണ് ഗ്ലോബൽ GNM എന്ന് പറയുന്നത്. ഞങ്ങളുടെ എന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഓഫ് മെന്റേഴ്സ് ഉണ്ട്, അതിന്റെയാണ്. ആദ്യത്തെ ആണ് ലേണിംഗ് GNM. പിന്നെ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചാറ്റ്, ഫസ്റ്റ് ചാറ്റ്, എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. സാബു സാറുമായിട്ടോ ഒക്കെ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ മനോഹർ ലാലുമായിട്ടും പരിചയപ്പെട്ടു, ഇന്ന് കല്ലുങ്കൽ സാറുമായിട്ട് പരിചയപ്പെട്ടു. ഫൺ സ്കൂളിന്റെ ആളാണെന്ന്. നമ്പർ കാണുന്നില്ലല്ലോ ചാറ്റില്. എഴുതിക്കോളൂ 4470 94470 19733. സർ, globalgnm.com എന്നുള്ള ഒരു വെബ്സൈറ്റിന്റെ പേര് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. നേരെ മുകളില് ഞാൻ learninggnm.com അത് ഞാൻ നോക്കിയായിരുന്നു, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു. അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ഒരുപക്ഷെ ആ പോസ്റ്റ് ഇട്ടപ്പോഴേ മാം വന്ന് കാണത്തില്ല, അതുകൊണ്ട് അപ്പൊ മാമിന് കാണാൻ പറ്റത്തില്ല. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. നമ്പർ ചാറ്റ് ബോക്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്പർ ഉണ്ട്. സോ താങ്ക് യു വർഗീസ് സാർ. വളരെ മനോഹരമായ ഒരു സെഷൻ. തിരിച്ചൊരു സാർ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് ആണ് അല്ലെ, മെന്റൽ ഹെൽത്തില് ഒരു റെവല്യൂഷണറി ചേഞ്ച് തന്നെയാണ് സാറിൽ നിന്ന് ഞാൻ കിട്ടിയത്. വളരെ സന്തോഷം. ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ഷോർട്ട് ടൈമിൽ ഒന്ന് ഡിസ്കഷൻ ക്ലോസ് ചെയ്തോണം, കാരണം ഇപ്പൊ തന്നെ നമുക്ക് ലേറ്റ് ആയി. അപ്പം മനോഹരൻ സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾ വോളണ്ടറി ആയിട്ട് എല്ലാവരും പറയാം. ഓക്കെ, മനോഹരൻ സാർ. ഓക്കെ. നല്ല ഹലോ, കേൾക്കാമോ? ഇവിടെ വർഗീസ് സാറ് ഒരു പുതിയ അറിവാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മനസ്സും ശരീരവും വേർതിരിച്ച് കാണരുത് എന്നുള്ളൊരു അഭിപ്രായങ്ങൾ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ തന്നെ പല സമയത്തും പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലാണ് സാർ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. വളരെ സന്തോഷമാണ്. നമ്മളൊരു ആരംഭം കുറിച്ച ഈ പരിപാടിയിൽ ഇങ്ങനെ ഒരു നല്ല വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ്സിൽ വെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സാറിന് എല്ലാവിധ നന്ദി ഞങ്ങളെ സംഘടനയുടെ പേരിൽ അറിയിക്കുന്നു. ഇനിയും തുടർന്ന് പരിപാടികളിലൊക്കെ സമാനമായ ക്ലാസ്സുകൾക്ക് നൽകാൻ സാറിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്കൊരു മലയാളം ഗ്രൂപ്പ് ഉണ്ട്. അതില് ആഴ്ചയിൽ 2 പ്രാവശ്യം ക്ലാസ് നടക്കുന്നുണ്ട്. അതില് ഞാൻ ആ വെബ്സൈറ്റിലൊന്ന് വെറുതെ പോയി നോക്കി, ജസ്റ്റ് ഒന്ന്. അപ്പൊ ആ വെബ്സൈറ്റില് എന്തൊക്കെയോ അഡ്വാൻസ്ഡ് കോഴ്സസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് സാറ് ഉദ്ദേശിച്ചത്? ഈ നോമിനൽ ആയിട്ടുള്ള ഫീസൊക്കെ വേണ്ടേ ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ?
ചെറിയ നോമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയാണ് ഞങ്ങൾ ഒരു വർഷത്തെ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഈ ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ്, അതിന്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. അതൊന്നും പേടിക്കണ്ട, സാറിന് അതൊക്കെ പറ്റും. ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ബേബി സാർ. യെസ്, താങ്ക് യു. പലപ്പോഴും ക്ലാസ്സുകൾ കേൾക്കാറുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ഉള്ള ഇൻഫർമേഷൻ, അറിയാവുന്ന ഇൻഫർമേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടാറുണ്ട്. ഇന്നത്തെ ക്ലാസ് തികച്ചും ഒരു ന്യൂ ഇൻഫർമേഷൻ, നമ്മൾ ഒരിക്കലും കേൾക്കാത്ത, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ന്യൂ സബ്ജക്റ്റ് ആയിരുന്നു ഡീൽ ചെയ്തത്. ദാറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. ഞാൻ വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ ക്ലാസ്, കാരണം ഇറ്റ് സംതിങ് ടോട്ടലി ന്യൂ. താങ്ക് യു സോ മച്ച് ഡോക്ടർ വർഗീസ്. I really enjoyed the class and I am confident, okay, I will start looking into the subject more and try to learn as much as possible in the class. Thank you so much, Varghese sir. Thank you. താങ്ക് യു സാർ. ഞാൻ നസീനാണ്. നസീന. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനൊരു ആ സബ്ജക്റ്റ്, ആ ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി സത്യമായിരിക്കും, നമ്മുടെ ബോഡിയും ബ്രെയിനും എല്ലാം തമ്മിൽ ഇത്രയും കണക്റ്റഡ് അല്ലെങ്കിലും ആണല്ലോ. നമ്മളാരും അതിനെ ശ്രദ്ധിക്കാതെ എവിടെ ചെന്നാലും നമുക്ക് ബോഡിക്ക് വേണമെന്ന മരുന്ന് കരുതുന്ന ആ ട്രീറ്റ്മെന്റിലൂടെ ആയിരിക്കും ഇങ്ങനെ പൊതുവെ എല്ലാ രോഗങ്ങളും ഇങ്ങനെ മാറാതെ. മാനസിക രോഗികൾ ആ കണക്കിന് കാണത്തില്ലല്ലോ. അന്നേരം ഈ സൈക്കോളജിക്കലായിട്ടുള്ള അത്രയും ഒരു ഇതായിട്ട് പഠിക്കണോ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ, ഞാൻ ഇപ്പോഴും ഇനി പഠിത്തം നിർത്തണമെന്നും പറഞ്ഞ് എല്ലാവരും കുറെ കോഴ്സുകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിർന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇതിനെപ്പറ്റി പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. സാറിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ട്രെയിനർ കൗൺസിലിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ടീച്ചറായിരുന്നു. ധാരാളം ടീച്ചർമാര് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ സാർ, ഞാനും ഉണ്ട്. സാറിന്റെ ഗ്രൂപ്പിൽ ചേരാം എന്തായാലും. ഓക്കെ സാർ, ഇതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ട്. എനിക്ക് അബ്ദുൽ ലത്തീഫ് സാറിനെയും സാബു സാറിനെയൊക്കെ അറിയാം. എനിക്ക് ഈയിടെ എന്റെ ഉമ്മ മരിച്ച അങ്ങനെ ഒരു വല്ലാത്ത വിഷമസ്ഥിതിയിലൊക്കെ ആയിരുന്നു. എന്നാലും പിന്നെ ഇപ്പൊ ഞാൻ തന്നെ കുറെ CBT കാര്യങ്ങളൊക്കെ തനിയെ ഇങ്ങനെ ചെയ്ത് നോക്കി കുറച്ച്, ഇന്നലെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിന്റെ, അതിന് പോയി കഴിഞ്ഞപ്പോ കുറച്ചൊരു മാറ്റം വന്നിപ്പം എന്തായാലും. ഓക്കെ മാം, താങ്ക് യു. അബ്ദുൽ ലത്തീഫ് സാർ. അബ്ദുൽ ലത്തീഫ് സാർ, അബ്ദുൽ ലത്തീഫ് സാറിനെ കേൾക്കാവോ? Yes. ഓക്കെ, താങ്ക് യു. വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. കാരണം PCTA ഇന്നത്തെ ഈ ഒരു സെഷൻ എല്ലാവരും അഭിപ്രായം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, എല്ലാവർക്കും ഒത്തിരി പറയാനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഡോക്ടർ CJ വർഗീസ് സാർ വളരെ വ്യക്തമായി ഈ ഒരു മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ അദ്ദേഹം ഇന്നത്തെ ഈ ഒരു കോഫി ടോക്ക് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഈവനിങ് ടീയോടുകൂടെ അല്ലെ സ്നാക്സിനോട് കൂടെ ഒക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം വളരെ ബൃഹത്തായ രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിത് മാക്സിമം ഉപയോഗപ്പെടുത്തണം. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൊതുസമൂഹത്തിന് ഒത്തിരി ആവശ്യമുള്ള ആളുകളാണ്. നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ട്രെയിനേഴ്സ് ആയിരിക്കാം, കൗൺസിലേഴ്സ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരായിരിക്കാം. ഇവയ്ക്ക് വളരെ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്ത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഡോക്ടർ CJ വർഗീസ് സാറിന്, അതുപോലെ തന്നെ നമ്മുടെ PCTA സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ മനോഹർലാൽ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഉഷാലക്ഷ്മി മാം, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി നമുക്ക് വേണ്ട വിഭവങ്ങളൊക്കെ നൽകി തന്നിട്ടുള്ള നമ്മുടെ സാബു കേരളം സാർ, അതേപോലെ തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും സമയം ഈ ക്ലാസ്സിന് വളരെ അറ്റൻഷനോട് കൂടി പങ്കെടുത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവർക്കും ഞാൻ PCTA പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ജോസഫ് ജോൺ സാർ. ഓക്കെ, വളരെ സന്തോഷം. അതുപോലെ തന്നെ താങ്ക് യു ഡോക്ടർ CJ വർഗീസ് സാർ. കാരണം ഇതൊരു ഗ്രേറ്റ് നോളജാണ് എന്നല്ല ഞാൻ പറയുക, ദിസ് ഈസ് എ ഡിവൈൻ നോളജ്.
ഒരു ദൈവിക പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം നമ്മൾ എത്രയോ തെറ്റിദ്ധരിക്കപ്പെട്ട ലോകത്താണ്, അല്ലെങ്കിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് സാറ് നൽകിയത്. രോഗമെന്ന പ്രതിഭാസത്തെക്കുറിച്ച് അല്ലേ, അത് ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെയാണ്. കാരണമറിയാതെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ആ ചികിത്സ ഏൽക്കുന്നതോടുകൂടി നേച്ചറിൻ്റെ പദ്ധതി തകിടം മറിയുകയാണ്. സോ വണ്ടർഫുൾ നോളജ്, ഡിവൈൻ നോളജ്. ഒരു പൂ അന്വേഷിച്ചാണ് വന്നത്, പക്ഷേ ഒരു പൂന്തോട്ടമാണ് ഇന്നത്തെ ഈ സെഷനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. PCTA ഗംഭീരമായ തുടക്കം, ഈ പറഞ്ഞ നമ്മുടെ കോഫി വിത്ത് PCTA അല്ലെങ്കിൽ ദ സൈക്കോളജി അവർ എന്നുള്ളതിന് ഇതിലും മികച്ചതായിട്ടൊരു തുടക്കം നമുക്ക് സ്വപ്നത്തിൽ മാത്രം. ഗംഭീരം. താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് നോളജ്, ഡിവൈൻ നോളജ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. രാജേന്ദ്ര സാർ. താങ്ക് യു സാർ. CJ വർഗീസ് സാർ ഏറ്റവും നന്നായിട്ട് ഉള്ള ഒരു വിഷയമാണ് അവതരിപ്പിച്ചത്. പുതിയ അറിവാണ്. തീർച്ചയായിട്ടും അത് പഠിക്കണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നത്. അതായത് ഒരു ശാസ്ത്രശാഖയുടെ അടിസ്ഥാനങ്ങളിലും പരീക്ഷണങ്ങളിലും ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം പല രീതിയിലും പല ട്രീറ്റ്മെന്റാണ് നടത്തുന്നത്. ഹോമിയോപ്പതിയിലായാലും ശരി, അലോപ്പതിയിലായാലും ശരി. ഒരു മുള്ള് കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പല വിധത്തിലും എടുക്കാം. മുള്ളിനെ മുള്ള് കൊണ്ടെടുക്കാം. ചിലർ അത് മരുന്ന് വെച്ച് പഴുപ്പിച്ചിട്ട് ആ മുള്ളെടുത്ത് മാറ്റുന്ന രീതിയുണ്ട്. ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന പല വിധത്തിലുണ്ട്. ഇവിടെ ഏതായാലും ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നൂതനമായ ഒരു ആശയമാണ് സാറ് കാഴ്ചവെച്ചത്. വളരെയധികം അഭിനന്ദനമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അലോപ്പതി എന്ന് പറഞ്ഞാൽ ഈ മെന്റൽ ഹെൽത്തുമായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും പഴയ രീതിയിലല്ല ഇപ്പോഴും. അലോപ്പതിയിലുള്ള ഡോക്ടേഴ്സിനും നേഴ്സിംഗ് വിഭാഗം, അതേപോലെ തന്നെ ഫീൽഡ് വിഭാഗത്തിലെ ജീവനക്കാർക്ക് പോലും ഇപ്പോഴും മെന്റൽ ഹെൽത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണ്ട വിധത്തിലേക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ തന്നെ ഒരു അലോപ്പതിയിലോട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാനുള്ള അവകാശം രോഗിക്കുണ്ട്. ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണെങ്കിൽ പോലും ആ രോഗിയോട് ആവശ്യപ്പെട്ടാൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം ഇപ്പോഴും ഉണ്ട് നിലവിൽ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, സാർ പറഞ്ഞു പേടി കൊണ്ട് ചുമ വരും എന്ന് പറഞ്ഞത്. അത് വളരെ ശരി തന്നെയാണ്. നമുക്ക് പേടി ഉണ്ടാകുകയാണെങ്കിൽ എന്താ സംഭവിക്കും എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി കുറയുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അസുഖങ്ങൾ വരും. അതിന് ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന ഒരു അസുഖം. ആ രോഗം നമ്മൾ ആ രോഗി എനിക്ക് പകരുമോ എന്ന് ആ പേഷ്യന്റിനെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും അയാൾക്ക് ചിക്കൻ പോക്സ് വന്നിരിക്കും എന്നുള്ളതാണ്. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വന്നിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഈ ചിക്കൻ പോക്സ് പേഷ്യന്റുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ അവർ മുൻകൂട്ടി തന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് അവർ സമയത്ത് പോകാറുണ്ട്. കാര്യം ഇമ്മ്യൂണിസേഷൻ പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ക്യാൻസർ സംബന്ധിച്ച്, ക്യാൻസർ ലോകത്തിലുള്ള ഏത് മനുഷ്യർക്കും പിടിപെടാം. ക്യാൻസർ ഉണ്ടാക്കുന്ന ഓട്ടോ ഓങ്കോ എന്ന് പറയുന്ന ഘടകം നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അസുഖം ഉണ്ടാവുന്നില്ല. അതിനെ പ്രതിരോധിക്കാനുള്ള P53 എന്ന് പറയുന്ന ഘടകവും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചും ശരീരത്തിന്റെ വ്യത്യാസം അനുസരിച്ചൊക്കെ അസുഖങ്ങൾ വരാം. പക്ഷെ സാർ പറഞ്ഞ ഈ ഒരു GHK ജർമാനിക് ഹീലിംഗ് നോളജ് എന്ന് പറയുന്ന ഒരു ആശയം ഏറ്റവും നൂതനമാണ്, പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഒരു അറിവ് തന്ന സാറിനെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു. രാജേന്ദ്രൻ പറഞ്ഞ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സംസാരിച്ചോട്ടെ സാർ. രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങള് എനിക്കൊരു 5 ക്ലാസ് വേണ്ട വിഷയങ്ങളെല്ലാം അദ്ദേഹം ഒരുമിച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ഇൻഫെക്ഷൻ അദ്ദേഹം ടച്ച് ചെയ്തു, ഓട്ടോ ഇമ്മ്യൂൺ അദ്ദേഹം ടച്ച് ചെയ്തു,
അങ്ങനെയുള്ള ഓങ്കോളജി അദ്ദേഹം ടച്ച് ചെയ്തു. പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ട്രെയിനിങ് എന്നുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഇനി കോൺട്രവേഴ്സിക്ക് വലിച്ചു നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇതിനെല്ലാം വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഇപ്പോൾ, കാരണം സമയത്തിന്റെ ദൗർബല്യം. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, ഇതുകൊണ്ടാണ് ഇത് ഒരു സ്പെഷ്യൽ അപ്രോച്ച് അല്ലെ, ഒരു പാരഡിം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതിനകത്ത് താല്പര്യമുണ്ട്. ജലജ മാം, ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ മതി. ജലജ മാം അൺമ്യൂട്ട് ചെയ്യും. സാർ, എനിക്ക് ഡോക്ടർ വർഗീസ് സാർ പറഞ്ഞതിനോടാണ് കൂടുതൽ മാനസികമായിട്ട് ചിന്തിച്ച് അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു രീതിയാണ് വളരെ കാലങ്ങളായിട്ട് തന്നെ. അപ്പോൾ ഇതെല്ലാം പഠിച്ച് ഇരിക്കുമ്പോൾ പോലും ഈ ഒരു സംശയം മനസ്സിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഈ ശാസ്ത്രം ഉൾപ്പെടാതെ നമ്മളുടെ കുറെ എന്താ പറയാ, ഞാൻ ഒരു കുറച്ച് സ്പിരിച്വലായിട്ടും കൂടി കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. അപ്പൊ ഈ സ്പിരിച്വലായിട്ട് എന്ന് വെച്ചാൽ പഴയ വേദിക് സംഭവങ്ങളെല്ലാം കുറെ വായിക്കും, ഇതെല്ലാം അറിയുമ്പോൾ ഇതെല്ലാം ശരിക്കും പ്രകൃതിയുമായിട്ട് ഇണങ്ങിപ്പോകുന്ന രീതിയിൽ മാത്രമാണ് മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളതെന്നും അതിൽ വരുന്ന മാറ്റങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ ജീവിതത്തിനെ നല്ലതാക്കുന്നതും രോഗിയാക്കുന്നതും രോഗവിമുക്തനാക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ പറഞ്ഞതിനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പ്രകൃതിക്ക് എങ്ങനെയാണ് ഇപ്പോൾ പ്രകൃതിയെ നന്നായി മനസ്സിലാക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കുക, ഇതെല്ലാം തന്നെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ പരിപാലിച്ചു പോരേണ്ട ചില കാര്യങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. സാർ മാഡം പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ തീർത്തോളാം. അതായത് ഇതിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. റിസൊല്യൂഷൻ ആണല്ലോ, പരിഹാരമാണല്ലോ നമ്മുടെ ലക്ഷ്യം. സംഘർഷം ഉണ്ടാകുന്ന, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന പരിഹരിക്കും. അതിന് 2 മെത്തേഡുണ്ട്. ഒന്ന് സൈക്കിക് അല്ലെങ്കിൽ മാനസിക തലത്തിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ തലം, അവിടെയാണ് പരിപൂർണമായിട്ടുള്ള റെസൊല്യൂഷൻ നടക്കുന്നത്. സൈക്കിക് അല്ല, സ്പിരിച്വൽ ആണ് എന്നും കൂടെ പറഞ്ഞിട്ടുള്ള ആളാണ് ഡോക്ടർ ഹാമർ. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ഇനി സരീന ഷക്കീർ ഉണ്ട്, പ്രശാന്ത് ഉണ്ട്. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. റീന ജോർജ്, വിക്ടർ ജോർജ്, രാധാമണി, വിജയ്, ആർക്കെങ്കിലും? സരീന, പറയും. നമസ്കാരം സാർ. ഞാൻ ഈ ഒരു 6 മാസമായിട്ട് വർഗീസ് സാറ് പറഞ്ഞ ഒരു മേഖലയിൽ ചെറിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനൊത്തിരി എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സാറ് പറയുന്ന ആ രീതിയെ എതിർക്കുന്ന കുറച്ച് രീതികൾ എനിക്കതിനകത്തുനിന്ന് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സാറ് ഈ പറഞ്ഞപ്പോഴാണ് ഞാനതാണ് മെറ്റീരിയൽ ഒന്ന് ഇട്ട് തരുമോ എന്ന് ചോദിച്ചത്. അതിനെപ്പറ്റി കൂടുതൽ പഠനം ഇനി അങ്ങോട്ട് നടത്തണം. ഇനി അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അത് സാധിക്കുമെങ്കിൽ വേൾഡിൽ തന്നെ ഇതിന് വേണ്ടുന്ന ഒരു സംഭവം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരാൻ പോകുന്നു എന്നൊരു ന്യൂസും കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ പിന്നാലെ ഇന്ന് ഒരു ശാസ്ത്രലോകം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വേൾഡ് തന്നെ ഇന്ന് അതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ഗുഡ് ന്യൂസും കൂടെ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഒരു ചെറിയ ഒരു അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാനിപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് 6 മാസമായിട്ട്. ഞാനൊരു ഹോമിയോപ്പതിക് ഫാർമസിസ്റ്റാണ്. പിന്നെ ട്രെയിനറാണ്. കോമ്പറ്റീറ്റീവ് എക്സാം PSC കൺസൾട്ടൻ്റ് ആണ് ശരിക്കും. ആ ഒരു പഠനത്തിൻ്റെ മേഖലയിൽ, അപ്പോൾ ഒരു പുതിയൊരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു ക്ലാസ് എന്തോ എനിക്കൊരു മിറാക്കിളായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാനും പഠിച്ചിരുന്നു. എല്ലാം തന്നെ യൂണിവേഴ്സ്, പല പേരിൽ നമുക്ക് വിളിക്കാം, ഗോഡ്, എന്ത് വേണമെങ്കിലും വിളിക്കാം. ഒരു സ്പിരിച്വൽ പദ്ധതിയാണ് പല കാര്യങ്ങളും എന്നുള്ള ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വർഗീസ് സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിനകത്തേക്കുള്ള ഒരു ചൂട്ട് വെളിച്ചമാണെന്ന് ഞാൻ പറയുന്നു. ശരിക്കും ചൂട്ട് വെളിച്ചമല്ല, ഏകദേശം 13 വർഷമായിട്ട് വർഗീസ് സാർ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാം. കാരണം ഒരു നല്ല കാര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായും വിജയരാമൻ സാർ കൂടെ പറയും. സാർ എന്നേ പറയും, വർഗീസ് സാർ എന്നേ പറയുന്നു. ഇല്ല, ഈ ഗ്രൂപ്പിൽ ചേരുക, എല്ലാവർക്കും സാധ്യമാകുന്ന രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം, ജനങ്ങൾക്ക് സഹായം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ സാർ. വിജയരാമൻ സാർ.
ഓക്കെ സാർ, ഒരു വളരെ പുതിയൊരു ടോപ്പിക്കാണ് എന്നെ സംബന്ധിച്ചത്. അത് വളരെയധികം വ്യത്യസ്തമാണ്. സാറ് പാരാഡിഗ് ഷിഫ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണെന്ന് വളരെയധികം ആഭിമുഖ്യത്തോടു കൂടി സാറ് പറയുന്നു. അപ്പോ അതൊന്ന് മനസ്സിലാവുന്നുണ്ട് സാറിനെ അത് അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിലെന്തൊക്കെയോ ഉണ്ടെന്നും മനസ്സിലായി. പക്ഷേ വ്യക്തിപരമായിട്ട് വളരെയധികം ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വൈകാരിക സംഘർഷത്തിന്റെ ഷോക്ക്. അതിന് സാറ് പറഞ്ഞു DHS ഡിർക്ക് ഹാമർ സിൻഡ്രോം. അതാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം എന്നാണ് സാറ് പറഞ്ഞ ആദ്യത്തെ കാര്യം. പിന്നീട് അത് സൈക്ക്, ബ്രെയിന് അല്ലെങ്കിൽ ഏതെങ്കിലും അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവയത്തെ ബാധിക്കുന്ന ഒരു രോഗമായിട്ട് പറഞ്ഞു. അതിന് ചില അഡാപ്റ്റീവ് റെസ്പോൺസ് ശരീരം ചെയ്യുന്നു. അതിന് 5 ജീവശാസ്ത്രപരമായ നിയമങ്ങളെ കൊണ്ട് സാറ് വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇതൊരു വലിയ ഒരുപാട് അധ്വാനിച്ചിട്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാക്കിയെടുക്കാൻ അധ്വാനിച്ചിട്ട് മുന്നോട്ട് പോകണം എന്ന ലെവലിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. താങ്ക് യു ദെൻ ഇൻട്രൊഡ്യൂസിങ് ദിസ് സബ്ജക്ട് ടു മീ. ഓക്കെ എവരിബഡി. താങ്ക് യു വിജയരാമൻ സാർ. ഒരു സൂര്യ രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ സൂര്യ രാധാകൃഷ്ണൻ, പ്രശാന്ത്, വത്സമ്മ മാം. ഗുഡ് ഈവനിങ് Yes, ഡോക്ടർ. ഞാൻ CJ വർഗീസ് സാറിന്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫോളോവറാണ്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പോൾ ഹോമിയോപ്പതി സബ്ജക്റ്റ് പഠിപ്പിച്ച് അവിടെ നിന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. ഇപ്പം ഞാനും GHK GNM തിയറി ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു കഴിവ് പ്രത്യേകമായിട്ടുണ്ടെന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തത്. താങ്ക് യു സർ. തീർച്ചയായിട്ടും താങ്ക് യു. യെസ്, പ്രശാന്ത് പറയൂ. റീന. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്. എൻ്റെ പേര് റീന ജോർജ്. സാറിൻ്റെ ഒരു സ്റ്റുഡൻറ് തന്നെയാണ്. സാറ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ചെറിയൊരു എന്തോ അതിന് പറയണ്ടേ, സ്പാർക്ക് അല്ലേ? ചെറിയൊരു സ്പാർക്ക് ആയിട്ടുള്ളൂ. അതെ അതെ. അതായത് വലിയൊരു സബ്ജക്റ്റാ. പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഒരു പ്രയോജനമായിരിക്കും. എല്ലാവരും അത് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പഠിക്കാൻ എല്ലാവരും ഇതിനകത്ത് ചേരുന്ന നല്ല. ഞങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പം അത് മറ്റുള്ളവർക്കും പ്രയോജനമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് എല്ലാവരും ചേരുക. അത് വലിയൊരു വെറുതെ പറയുന്നതല്ല, നമുക്കതറിയാം. നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചില ചെറിയ ചെറിയ നിസ്സാര സംഗതി വരുമ്പോൾ തന്നെ സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പം നമ്മൾ തന്നെ അത് സോഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു പ്രവണതയിലോട്ട് നമ്മൾ കിടക്കും. നല്ല ക്ലാസ്സാണ്. താങ്ക് യു. തീർച്ചയായും വത്സമ്മ പറയും. താങ്ക് യു സർ. താങ്ക് യു വർഗീസ് സർ. ഇത് ഇന്നത്തെ ക്ലാസ്സിനൊരു വലിയ ഹീലിംഗ് എഫക്റ്റ് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വലിയൊരു മനസ്സിനൊരു ഫ്രീ ആയ പോലെ. ഞാനൊരു കൗൺസിലറാണ്. കൗൺസിലിങ്ങിന്റെ ഡിപ്ലോമ കോഴ്സ് ഞങ്ങളുടെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ശരീരത്തിലൊരു അവയവം വീക്കായിട്ടുണ്ട്. എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ വീക്കായ ഭാഗത്തേക്ക് കയറി പിടിക്കും, അങ്ങനെ രോഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏതാണ്ട് അതിനോടൊക്കെ ശരിവെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് സാറിന് ഭയം ചുമയിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. കാരണം വീക്കായ ഒരു അവയവത്തിലേക്ക് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളെ കൊണ്ടെത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ബയോളജിക്കലായിട്ട്. പിന്നെ മനസ്സിന്റെ പ്രശ്നങ്ങൾ പല പ്രാവശ്യമായിട്ട് ചിന്തിച്ച് വഷളായി കഴിയുമ്പോൾ മനസ്സിന് താങ്ങാതെ വരുമ്പോൾ അത് ശരീരത്തിലേക്ക് കടത്തുന്നു, അങ്ങനെ രോഗാവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഇത് തിയറിയെ അവിടെ പ്രബലപ്പെടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് സർ. മാം, ഒരു ചുമ മാത്രമൊന്നുമല്ല, 100% ഓഫ് ദി ഡിസീസസ് ആണ് കേട്ടോ. അതായത് ഫ്രം കോൾഡ് ടു ക്യാൻസർ 100% ഓഫ് ദി ഡിസീസസ്. ഞാൻ അതിൻ്റെ എക്സെപ്ഷൻസ് പറഞ്ഞു. ആക്സിഡന്റ് അല്ലെ ട്രോമ ഇഞ്ചുറി ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്പർ 1. നമ്പർ 2 പോയിസണിങ് അല്ലെ ടോക്സിൻസ് എന്നൊക്കെ പറയുന്നത് നമ്പർ 2. മൂന്നാമത്തേത് മാൾ ന്യൂട്രീഷൻ അല്ലെ ന്യൂട്രിയൻ പ്രോബ്ലംസ്. അതൊഴിച്ചാൽ, കാരണം അതൊന്നും രോഗമായിട്ട് ബയോളജിക്കൽ നേച്ചുറൽ ഡിസീസ് അല്ല. അതൊഴിച്ച് നിങ്ങൾ ഏത് രോഗത്തിന്റെ പേര് പറഞ്ഞോ അതിൻ്റെ എല്ലാം പിന്നിൽ മാനസികമായ സംഘർഷമാണ് ഉള്ളത് എന്നുള്ളത് ഈ ലോകത്തിൽ ആർക്കും അറിയത്തില്ല.
ഡോക്ടർ ഹാമർ പറഞ്ഞു തരുന്നത് വരെ. അതുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, അല്ലെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം അങ്ങനെ നിങ്ങൾ തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോഴത്തേക്ക് അതിൻ്റെ യൂട്ടിലിറ്റി, അതിൻ്റെ ഇഫക്റ്റീവ്നെസ്, വെറാസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും സാർ, പറയാനുണ്ടെങ്കിൽ ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ. ഞാനിപ്പോ പല പ്രാവശ്യമായി പറയുന്നു. അതായത് ഈ കുട്ടികളിൽ ഇതേ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. വളരെ ചെറിയ കുട്ടികളിൽ തന്നെ ഇപ്പോ 2-3 വയസ്സ് മുതൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട്, അസുഖങ്ങളായിട്ട് ഒക്കെ വരുന്ന, ട്രീറ്റ് ചെയ്താലും കുറയാതെ വീണ്ടും ആവർത്തിക്കുന്നത്, അത് എങ്ങനെയായിരിക്കും അതിനെ കണക്കാക്കേണ്ടത്? ജലജ മാഡത്തിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് മനസ്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്കൽറ്റി, അല്ലെങ്കിൽ ആ ഒരു കോമ്പോണന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണെന്ന് അറിയാമോ? 5 വയസ്സിലാണ്? ചൈൽഡ്ഹുഡ്. 1 വയസ്സിലാണ്? വളരെ അല്ല, ഫ്രം ദി ഊമ്പിലിരിക്കുമ്പോ മുതൽ തുടങ്ങുന്നുണ്ട്. അത്രയുള്ളൂ പ്രശ്നം. ഇപ്പൊ ഉത്തരവും ജലജ മാഡം തന്നെ പറഞ്ഞില്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ്. എനിക്ക് കൃത്യമായ ഒരു അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞത്. കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ഷെയർഡ് എന്ന് പറഞ്ഞു. അതായത് ഓക്കെ. ഒരു സമയം കുറവായതുകൊണ്ട് ഞാൻ ഒത്തിരി കേസസ് പറയുന്നത്. അമ്മ ഒരു ലവ് മാരേജിലാണ് ഹൈദരാബാദിലുള്ള ഒരു വീട്ടിൽ ചെന്ന് പെടുന്നു. ഹൈദരാബാദുകാരൻ മലയാളിയെ വിവാഹം ചെയ്തു. അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത സമയം നോക്കി ഈ വിവാഹം ഇഷ്ടപ്പെടാത്ത അമ്മായിമ്മയും മരുമകളുമായിട്ട് ഭയങ്കര ഫൈറ്റ് ഉണ്ടായി. ആ സമയത്ത് 6-7 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ കുട്ടി അനങ്ങി തുടങ്ങിയിരുന്ന സമയമായിരുന്നു. പക്ഷെ കുട്ടിയുടെ അനക്കം നിന്നുപോയി ഫൈറ്റിന് ശേഷം. വയറ് തൊട്ട് നോക്കി കുട്ടി അനങ്ങുന്നില്ല. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്കും കുട്ടിയുടെ ബ്രെയിനിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. ആ ട്യൂമർ ഒരു കെമിക്കൽ ചേഞ്ച് കൊണ്ടുണ്ടായതല്ല, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഫൈറ്റിന്റെ ഭാഗമായി ആ അമ്മയിൽ രൂപപ്പെട്ട സംഘർഷത്തിന്റെ ഫലമായി ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് അമ്മയുടെ സംഘർഷം ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ആ കുഞ്ഞിന്റെ തലച്ചോറിലുണ്ടായ മാറ്റത്തെയാണ് ഇന്നത്തെ കൺവെൻഷണൽ മെഡിസിൻ ഒരു ട്യൂമർ എന്ന് പറയുന്നത്. അത് ട്യൂമറൊന്നുമല്ല, അത് HH ആണ്, ഹാമർ ഫോക്കസ് ഞങ്ങൾ പറയുന്നതാണ്. അതായത് CT സ്കാനിൽ എടുത്താൽ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ചേഞ്ച് ബ്രെയിനിനകത്തുണ്ടാകും. ഇതൊന്നും നെഗറ്റീവായിട്ടുള്ളതല്ല, പക്ഷെ അതിന് പല പേരും കൊടുക്കും. ബ്രെയിൻ ട്യൂമർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഓട്ടിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും, ഡിസ്ലെക്സിയ എന്ന് പറയും. നെയിംസ് ആർ ഇന്യൂമറബിൾ, ബട്ട് ദി പ്രോസസ് ഈസ് ദ സെയിം. ഇത് കണ്ടുപിടിച്ച ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഡോക്ടർ ഹാമർ. ഇത് ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ലൈഫ് ലോങ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു നോളജിന്റെ എൻട്രി പോയിന്റിൽ, വിൻഡോയിൽ മാത്രമാണ് നിങ്ങൾ എത്തി നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുക, നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ കോഴ്സുകളിൽ നമുക്ക് നേരിട്ട് ഇപ്പൊ സാറുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് സാറിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇന്നത്തെ ഔത്സുക്യം നാളെയും മറ്റന്നാളും കൂടെ ഉണ്ടാവണം. ഉണ്ടാവും. പഠിക്കാനുള്ള വളരെയധികം ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോഴും പല കോഴ്സുകൾ ഇപ്പൊ എന്താ പറയുക, പുതിയൊരു ആശയം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും പഠിക്കണം തന്നെയാണ്. ഞാൻ കുറ്റപ്പെടുത്തോ സാർക്കാസോ അല്ല ഞാൻ പറഞ്ഞത്, ഇതെന്റെ ഒരു അനുഭവം പറയുകയാണ്. എന്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇത്തരം ഫീഡ്ബാക്കുകൾ ധാരാളം കേൾക്കാറുണ്ട്. പിന്നെ അവരുടേതായ ജീവിതത്തിന്റെ സംഘർഷ മേഖലകളിലൂടെ പോകുമ്പോൾ, അന്ന് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് കിട്ടിയ അറിവെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ നമ്മൾ ആരാകുമായിരുന്നു. പക്ഷെ അത് മാനുഷികമായ തലത്തിൽ അത് സംഭവിക്കാറില്ല. അതുകൊണ്ട് ജലജ മാഡത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് വിളിക്കുക കേട്ടോ. എവിടെയാ മാഡം? ഞാൻ കണ്ണൂരിൽ നിന്നാ വിളിക്കുന്നത്. ശരി, നമ്മൾ അയലോക്കംകാരാണ്. ഞാൻ തലപ്പറമ്പിലാണ്. അതെയോ? അത് ശരി. കണ്ണൂരിൽ എവിടെയാ? അറിയാനുണ്ട്. ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും മിസ് ജെ വർഗീസ് സാറിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണം, സാറിൻ്റെ ജോയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്നെയോ മനോഹർലാൽ സാറിനെയോ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ ഗൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ PCTയുടെ ഭാഗമായിട്ട്, മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് സാറിൻ്റെ ഈ ക്ലാസ്സുകൾ വളരെ പ്രയോജനകരമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സുകൾ സാറിന്ന് പ്രതീക്ഷിക്കുന്നു സ്വല്പം കൂടെ, അല്ലേ മനോഹർ സാർ? ഒന്ന് പറഞ്ഞു. ഡോക്ടർ വർഗീസ് സാറ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. പുതിയൊരു അറിവ് സാറേ. ഇത് നമ്മളെല്ലാവരും ബന്ധപ്പെടും സാറേ. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇനിയും വരണമെന്ന് ആഗ്രഹിച്ചു. ഡെയിലി 2 ക്ലാസ് നടക്കുന്നുണ്ട്. ഞാനും പാലായിലുള്ള ഒരു ഡോക്ടർ ശശിധരൻ ഡോക്ടറാണ് മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ഫിലിപ്പൈൻസിൽ നിന്നും എലിസബത്ത്
ഏബല എന്ന് പറയുന്ന ലേഡിയാണ് ഇന്നത്തെ ക്ലാസ്. അങ്ങനെ ഇന്റർനാഷണൽ ഫാക്കൽറ്റിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് 40ഓളം ഇന്റർനാഷണൽ ഫാക്കൽറ്റി ടീമുണ്ട്. 28 ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ ടീമുണ്ട് ഞങ്ങളുടെ GHK ബേസ്ഡ് ഹോമിയോപ്പതി. ഇവരാണ് വെനസ്ഡേയിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഇന്റർനാഷണൽ ആയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മാത്രമാണ് നമ്മളൊരു നോമിനൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വർഷത്തേക്ക് 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പീനട്സ് ആണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിലെ പെയ്ഡ് മെമ്പേഴ്സ് ആവുക. ഇറ്റ്സ് എ വെരി നോമിനൽ എമൗണ്ട്. അപ്പൊ എല്ലാ ഇന്റർനാഷണൽ ഇത് കൂടാൻ പറ്റും. ജാനുവരി മുതൽ 9ാം വാർഷികം ആഘോഷിക്കുകയാണ്. ജാനുവരി മുതൽ ഞങ്ങളുടെ വെബ്സൈറ്റ് അല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. അവശേഷിച്ചിരിക്കുന്നവര് ഗ്ലോബൽ GHK എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണാൻ പറ്റും. ഗ്ലോബൽ GHK. പിന്നെ സെൽഫ് ഹീലിംഗ് പവർ ആയിരുന്നു അല്ലേ നിങ്ങളെ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന? സെൽഫ് ഹീലിംഗ് പവർ ആണോ? ബോഡി ഹാസ് ഗോട്ട്, ഇറ്റ്സ് നോട്ട് ബോഡി അവർ ഓൺ ഹീലിംഗ് എന്ന് പറയുന്ന ഇല്ലെന്നേ. വി ആർ ഓൾ ഹീലിംഗ്. അതിനെയാണ് നമ്മൾ രോഗം എന്ന് പറയുന്നത്. വെൻ വി ആർ ഹാവിംഗ് ഹീലിംഗ് സിംപ്റ്റംസ് വി കോൾ ദം ആസ് ഡിസീസ്. അത്രേ ഉള്ളൂ. ഡോക്ടർ ഹെഗ്ഡെ ഉണ്ടല്ലോ, പുള്ളി വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അലോപ്പതി ഡോക്ടറായിട്ട് പോലും പുള്ളി ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പുള്ളിയുടെ യൂട്യൂബ് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഡോക്ടർ പറയുന്നതിനേക്കാളും അപ്പുറം, അതായത് ഹെഗ്ഡെ ഡോക്ടർ പറയുന്നതിനേക്കാളും അപ്പുറമാണ് GSKയുടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പം വർഗീസ് സാർ വളരെ സന്തോഷം. മനോഹരമായ ഒരു ലോഞ്ചിങ് ആയിരുന്നു. സൈക്കോളജി അവർ എന്ന് പറയുന്ന എല്ലാ സൺഡേകളിലും 4:30 നമ്മളത് കണ്ടിന്യൂ ചെയ്യും. വീണ്ടും ഈ ക്ലാസ്സുകളുമായി സാർ വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വന്നെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് മനോഹർലാൽ സാർ, അതുപോലെ തന്നെ ഉഷാമ, ബാക്കിയുള്ള സ്റ്റേറ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എല്ലാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു.